ഇവിടെ എൻ്റെ ചിരകാല സുഹൃത്തു കൂടിയായ ANR, ഞങ്ങൾ ANR എന്നാണ് അദ്ദേഹത്തിനെ സംബോധന ചെയ്യുന്നത് കൊച്ചിലെ മുതലേ. AN രാജൻ സൂചിപ്പിച്ച മാതിരി തന്നെ ഇന്ത്യയിലെ യുക്തിവാദി പ്രസ്ഥാനങ്ങളുടെ ഒരു സമ്മേളനവുമായി ബന്ധപ്പെട്ടുള്ള അനുബന്ധ പരിപാടിയായിട്ടാണ്. ചെറിയ പരിപാടികളെ നമ്മൾ വില കുറച്ചോ അല്ലെങ്കിൽ മൂല്യം കുറച്ചോ കാണേണ്ടതില്ല എന്ന് കരുതുന്ന ആളാണ് ഞാൻ. ഇത്തരം ചെറുതുകളിൽ നിന്നാണല്ലോ വലിയ സംരംഭങ്ങളും ബഹുജന പ്രസ്ഥാനങ്ങളും ഒക്കെ രൂപപ്പെടുന്നത്. നമ്മുടെ ഭാഷയിൽ അങ്ങനെ ഒരു ചൊല്ല് തന്നെയുണ്ട്, പലതുള്ളി കുരുവെള്ളം, അല്ലേ? അപ്പം നമ്മൾ ആ ചെറുതിനെ അങ്ങനെ ചുരുക്കണ്ട. മാത്രമല്ല, ചെറുതായിരിക്കുമ്പോൾ നമുക്കൊരു മെച്ചമുണ്ട്, ആശയവിനിമയത്തിന് കുറച്ചും കൂടെ ഒരു സൗകര്യം കിട്ടും, ഇല്ലേ? വലിയൊരു സദസ്സും സഭയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനുള്ള സാധ്യത പരിമിതം. നമുക്ക് സ്വതന്ത്രമായിട്ട് സംസാരിക്കാം. ഞാൻ ഇതിനകത്തൊരു വിദഗ്ധൻ എന്നോ അല്ലെങ്കിൽ പണ്ഡിതൻ എന്നുള്ള നിലയിലൊന്നും കരുതിക്കൊണ്ടല്ല, മറിച്ച് നിങ്ങൾ ഇത് പഠിക്കുന്നത്, ഇപ്പോൾ ജോസഫ് സാഹിബ് ഇപ്പോൾ ഉണ്ട്, എത്രയോ കാലമായി ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു റാഷണലിസ്റ്റ് എന്ന നിലയിൽ, യുക്തിസഹമായ കാര്യങ്ങളെ സമീപിക്കുന്ന ആളെന്നുള്ള നിലയിൽ നോക്കിക്കാണുന്ന ആളാണ്. ഞങ്ങൾക്ക് നന്നായി അറിയാവുന്ന വർഷത്തെ പരിചയം കൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഈ വിഷയത്തെ എങ്ങനെയാണ് സമീപിക്കുന്നത് എന്ന് അറിയാൻ കൂടിയാണ് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കാം എന്നതിനെ കരുതുന്നത്. അതിൻ്റെ ഒരു സൂചകം എന്ന നിലയിൽ ചില ആശയങ്ങൾ ഞാൻ മുന്നോട്ട് വയ്ക്കാം. ആ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളെ നിങ്ങൾക്ക് നിങ്ങളുടേതായ വിശകലന ബുദ്ധിയോടുകൂടി ഖണ്ഡനപരമായോ സ്വീകരിക്കാം എന്നുള്ളതാണ് ഞാൻ അതിനെ സംബന്ധിച്ച് ആമുഖം എന്ന നിലയിൽ സൂചിപ്പിക്കുന്നത്. ഇവിടെ പലതരം ചർച്ചകൾ സമീപ ദിവസങ്ങളിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് നടക്കുന്നുണ്ട്. അതിൻ്റെ സ്വീകാര്യതയെ സംബന്ധിച്ച് വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയെ കുറിച്ച് മനസ്സിലാക്കിയത്, ഇങ്ങനത്തെ സംവാദങ്ങൾ, ആശയവിനിമയങ്ങൾ ഒരുപക്ഷെ ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്ക സൃഷ്ടിക്കുന്നു എന്ന് പരാമർശിക്കുന്ന ഒരു സ്ഥിതി ഞാൻ കണ്ടു. എന്താ ആശങ്ക എനിക്കറിഞ്ഞുകൂടാ. അങ്ങനെയാണെങ്കിൽ ഒന്നിനെക്കുറിച്ചും നമുക്ക് ഇത്തരം ചർച്ചകളോ സംവാദങ്ങളോ ഒന്നും സംഘടിപ്പിക്കാൻ പറ്റിയില്ലല്ലോ. ഇത്തരം സംവാദങ്ങളിലൂടെയാണ് ജനങ്ങൾ ഇതിൻ്റെ വസ്തുസ്ഥിതി മനസ്സിലാക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതും ശരിയായ നിലപാടുകളും അഭിപ്രായങ്ങളും രൂപപ്പെടുത്തുന്നതും. അങ്ങനെയുള്ള ആശയവിനിമയങ്ങളെ, സംവാദങ്ങളെ നമ്മൾ ആശങ്കയോടെയാണ് സമീപിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കെന്തോ അപകടം സംഭവിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ കുറച്ചുകൂടി ഫാസിസത്തോട് അടുത്തു എന്ന് കരുതണം. ഇത്തരം തുറന്ന സംവാദങ്ങളോ ആശയവിനിമയങ്ങളോ വേണ്ടതില്ല, അത് കുഴപ്പം സൃഷ്ടിക്കും. മറിച്ച് ഇതിനെയൊക്കെ രഹസ്യാത്മകമായി ഏതാനും പേരിലൂടെ നിർവഹിച്ചു പോയാൽ മതി എന്ന് കരുതുന്നുണ്ടെങ്കിൽ, നമ്മളൊക്കെ അനുസരിക്കേണ്ടവരും മറ്റു ചിലരും നിർവഹിക്കേണ്ടവരുമാണ് എന്ന ബോധ്യത്തോടെയാണ് അതിനെ സമീപിക്കുന്നതെങ്കിൽ എന്തോ അപകടം നമുക്ക് സംഭവിച്ചു എന്ന് തിരിച്ചറിഞ്ഞുകൊള്ളണം എന്നുള്ളതാണ് എൻ്റെ പക്ഷം. അതും ആ നിലപാടിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഇത് തുറന്നു തന്നെ ചർച്ച ചെയ്യപ്പെടണം എന്നാഗ്രഹിക്കുന്നത്. അത്തരം ചർച്ചകളിലൂടെ നമുക്ക് സ്വീകാര്യമായ ഒരു സമീകരണത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയണം. അങ്ങനെ അല്ലാതെ നടത്തുന്നതിനൊക്കെ അപകടം സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്നുള്ളത്. ഞാൻ എൻ്റെ അവതരണത്തിൻ്റെ ഉള്ളിലേക്ക് വരാം. പോയിന്റ് എന്ന നിലയിൽ തന്നെ, ഓരോ സൂചകങ്ങൾ എന്നുള്ള നിലയിൽ തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കാം എന്നാണ് കരുതുന്നത്. ഒന്നാമതായി ഞാൻ മുന്നോട്ട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്, എന്താണ് വ്യക്തിനിയമം എന്നതിനെ സംബന്ധിച്ച് എൻ്റെതായ ഒരു നിരീക്ഷണം. അത് എൻ്റെ തനത് എന്ന് ഞാൻ കരുതുന്നില്ല, നമ്മൾ പലപ്പോഴായി ആശയവിനിമയം നടത്തിയിട്ടുള്ളതാണ്. പക്ഷെ ഒരു ചെറിയ വേർവൃത്തി ഞാൻ അവിടെ വിവേചനം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ പിന്നീട് അത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നുകൊള്ളാം. ഞാനിങ്ങനെയാണ് അതിനെ സംബന്ധിച്ച് ഒരു പരികല്പന നടത്താൻ ആഗ്രഹിക്കുന്നത്. ഒരു വ്യക്തിയുടെ താല്പര്യങ്ങൾ, എല്ലാ താല്പര്യങ്ങളും അവകാശങ്ങളാവില്ല എന്ന് നമുക്കറിയാം. അതൊരു നിയതമായ സമൂഹത്തിലേക്ക് വരുമ്പോൾ ആ നിയതമായ സമൂഹം മുന്നോട്ട് വയ്ക്കുന്ന നിയമ ചട്ടക്കൂടുകൾക്ക് വിധേയമാകുന്ന താല്പര്യങ്ങളെയാണ് അയാളുടെ അവകാശങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് താല്പര്യങ്ങൾ, അടുത്തൊരു ഘട്ടത്തിൽ അവകാശങ്ങൾ, അതിനെ അല്പം കൂടി ഉയർത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ കൃത്യത വരുത്തുകയാണെങ്കിൽ അർഹതകൾ, അയാളുടെ അർഹതകൾ. ഈ അർഹതകൾ എല്ലാവർക്കും നമ്മൾ വിന്യസിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതിലേതെങ്കിലും ധ്വംസിക്കപ്പെടുന്നു എന്നുണ്ടെങ്കിൽ അവയ്ക്ക് ഉള്ള പരിഹാരങ്ങൾ, അങ്ങനെ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുമ്പോൾ ഓരോരുത്തരിലും അത് വിന്യസിക്കുന്ന അല്ലെങ്കിൽ ഏൽപ്പിക്കുന്ന ബാധ്യതകൾ, ഈ ഓരോ വാക്കിനും അതിൻ്റേതായിട്ടുള്ള ഉള്ളടക്കവും അർത്ഥവും തലവും ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഞാനത് അങ്ങനെ തന്നെ പരാമർശിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഞാൻ ഒന്നുകൂടി പറയാം. ഓരോ വ്യക്തിയുടെയും താല്പര്യങ്ങൾ, അവകാശങ്ങൾ, അർഹതകൾ, ബാധ്യതകൾ, പരിഹാരങ്ങൾ, ഇവയെല്ലാം സംബന്ധിച്ച പരാമർശങ്ങളുടെ അല്ലെങ്കിൽ വ്യവസ്ഥകളുടെ ഒരു സംഹിതയെ അല്ലെങ്കിൽ കൂട്ടത്തെ നമുക്ക് വ്യക്തി നിയമങ്ങൾ എന്ന് വിളിക്കാൻ കഴിയും എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്.
കുറച്ചുകൂടി വ്യക്തത വരുത്താമോ എന്ന് ചോദിച്ചാൽ ആ വ്യക്തത ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയും. ഒരു വ്യക്തിയുടെ ജനനം, അയാളുടെ രക്ഷകർത്തൃത്വം, ഇതൊക്കെ വേണോ വേണ്ടതെന്നുള്ളത് നിങ്ങൾ പരിശോധിച്ചോളണം. ഒരു നിയതമായ സമൂഹത്തിലാണ് ഇതൊക്കെ വേണ്ടി വരുന്നത്. അല്ലാത്തടത്ത് ഒരു പക്ഷേ ഇതൊന്നും ഇല്ലാതെ തന്നെ പോകാനും കഴിയും. ഞാൻ ആ നിയത സമൂഹത്തിനെ മുന്നിൽ കണ്ടുകൊണ്ടത് പറഞ്ഞു. ഒരു വ്യക്തിയുടെ ജനനം, അയാളുടെ രക്ഷകർത്തൃത്വം, അയാളുടെ മെച്യൂരിറ്റി അല്ലെങ്കിൽ മെജോറിറ്റി എന്നുള്ള നമുക്ക് പറയാൻ കഴിയുന്ന അയാളുടെ പ്രായപൂർത്തി, അത് കഴിഞ്ഞാൽ അയാളുടെ വിവാഹം, കുടുംബം, ആ കുടുംബത്തിലൂടെ അയാൾക്കുണ്ടാകുന്ന പിന്നെ ബന്ധമുറയിലുണ്ടാകുന്ന തലമുറകൾ അല്ലെങ്കിൽ അയാളുടെ അടുത്ത ഘട്ടം ഓസ്പ്രിങ്സ്, അത് കഴിഞ്ഞാൽ അയാളുടെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വിവാഹമോചനത്തെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെങ്കിൽ വിവാഹമോചനം, ആ ഘടകത്തിൽ തന്നെ വരുന്ന വിവാഹ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ സാധുവാക്കൽ, ഏതെങ്കിലും കാരണത്താൽ വിവാഹം സാധുവാകുന്നില്ലെന്നുണ്ടെങ്കിൽ അത് അസാധുവാക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഇതിൻ്റെ തുടർച്ച എന്ന നിലയിൽ മക്കൾ, ഭാര്യ ഉൾപ്പെടെ വരുന്ന അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ ഉൾപ്പെടെ വരുന്ന ബന്ധുത്വ മുറയിൽ വരുന്ന ആളുകളുടെ ആശ്രിതത്വം, അവരുടെ പിന്തുടർച്ച, ആ പിന്തുടർച്ചയുടെ അടിസ്ഥാനത്തിൽ തന്നെ രൂപപ്പെട്ടു വരുന്ന സ്വത്തവകാശം, അതൊരു ദായക്രമ അവകാശം. ഒരു പക്ഷേ ഇന്ന് ആധുനിക സമൂഹം ചർച്ച ചെയ്യുന്ന മാട്രിമോണിയൽ പ്രോപ്പർട്ടി എന്ന് ഇംഗ്ലീഷിൽ പരാമർശിക്കുന്ന ദാമ്പത്യാധിഷ്ഠിത സ്വത്തവകാശം, ഇത് വ്യക്തികൾ എന്ന നിലയിൽ സ്വതന്ത്രമായി അവർക്ക് ലഭിക്കുന്ന ആൻസെസ്ട്രൽ പ്രോപ്പർട്ടി എന്ന നിലയിലല്ല, പൈതൃക സ്വത്ത് അല്ലെങ്കിൽ മാതൃക സ്വത്ത് എന്ന നിലയിൽ ലഭിക്കുന്നതല്ല. പകരം അവർ കുടുംബം എന്ന നിലയിൽ യോജിച്ചു കഴിഞ്ഞാൽ, ദാമ്പത്യ മുറയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ദാമ്പത്യ പ്രക്രിയയെ തുടരുന്ന ഘട്ടത്തിൽ അവർ ആർജിക്കുന്ന സ്വത്തുക്കൾ എന്ന നിലയിൽ വേർകൃത്യം വരുത്തി നമ്മൾ പറയുകയാണെങ്കിൽ മാട്രിമോണിയൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ദാമ്പത്യാധിഷ്ഠിത സ്വത്തുക്കൾ എന്നതുൾപ്പെടെയുള്ളതിൻ്റെ മേഖലയിൽ വരുന്ന അവകാശങ്ങളെ സംബന്ധിച്ചും അതിൻ്റെ പരിണതികളെ സംബന്ധിച്ചുള്ള വ്യവസ്ഥ എന്ന് നമുക്ക് പറയാൻ കഴിയും. ഞാൻ ഏകദേശം ഒരു വളരെ വിശദമായ ഒരു നിർവചനം അല്ലെങ്കിൽ വിശദീകരണം പദത്തിന് നൽകാൻ ശ്രമിച്ചു എന്ന് കരുതിയാൽ മതി. പക്ഷേ ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച എൻ്റെ ഒരു വിവേചനം ഞാൻ അതിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള ഒന്ന്, ആ വിവേചനം നിർദ്ദേശിക്കപ്പെടുന്നത് ഏകീകൃതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഏകീകൃതം അത് ഇംഗ്ലീഷ് പദങ്ങൾ നമ്മൾ വ്യത്യസ്ത രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ചിലർ യൂണിഫോം എന്ന് ഉപയോഗിച്ച് കാണുന്നുണ്ട്, മറ്റു ചിലർ യൂണിഫൈഡ് എന്ന് ഉപയോഗിക്കുന്നുണ്ട്. ഇത് രണ്ടുമല്ലാതെ കോമൺ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ഇതിലേതാണ് ഉചിതജ്ഞം എന്നുള്ളതാണ് എൻ്റെ സംശയം. ഇത് ഓരോന്നിനും ഓരോ അർത്ഥ വ്യത്യാസമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. യൂണിഫൈഡ് അല്ല യൂണിഫോം എന്ന് പ്രയോഗിക്കുന്നു, അതല്ല കോമൺ എന്ന് പ്രയോഗിക്കും. അപ്പോൾ ഏകീകൃതം എന്ന നമ്മൾ മലയാള പദത്തിൽ പ്രയോഗിക്കുന്ന വാക്ക് വ്യത്യസ്തമായ അർത്ഥതലങ്ങൾ നൽകുന്നതാണ് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് വരുമ്പോൾ. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതാണ്. ഞാൻ അതിന് കരുതുന്ന അർത്ഥതലം ഏവർക്കും ബാധകമായത് എന്നതാണ്. ഓരോരുത്തർക്കും ബാധകമായത് എന്നതാണ്, എല്ലാവർക്കും ബാധകമായത് എന്നതാണ്. അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ ഒരു വിശദീകരണത്തിലേക്ക് പോയി എന്ന സംശയത്തിന് മറുപടി ഞാൻ നൽകാൻ ബാധ്യസ്ഥനാണ്. ആ മറുപടി എങ്ങനെയാണ് നൽകുന്നത്? മതം, ജാതി, വർഗം, വർണ്ണം, ഭാഷ, പ്രാദേശികത്വം ഇവയ്ക്കൊക്കെ ഉപരി, ഇവയൊന്നും ബാധകമാകാത്ത വിധത്തിൽ അല്ലെങ്കിൽ ഇതിനൊക്കെ അതീതമായി ഓരോ പൗരർക്കും ഓരോ വ്യക്തിക്കും ബാധകമാകുന്ന അവകാശം എന്ന നിലയിലാണ് ഏകീകൃതമായ വ്യക്തി നിയമം എന്ന് ഞാൻ പരികൽപ്പന നൽകുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത് എന്നർത്ഥം. അപ്പോൾ നിങ്ങളൊരു സംശയം ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഇതിൽ പെടാത്ത അല്ലെങ്കിൽ ഇതിന് ഉൾപ്പെടുത്തേണ്ടതല്ലാത്ത ഏതെങ്കിലും വിഭാഗം വരിക, ഉദാഹരണത്തിന് നമ്മുടെ ഗോത്രവർഗക്കാർ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായിട്ടുള്ള താല്പര്യം അനുസരിച്ചുള്ള കാര്യങ്ങൾ പാലിച്ചു പോകുന്നതല്ലേ ഉചിതം, അങ്ങനെ നിലനിർത്തുന്നതല്ലേ മെച്ചം എന്ന ഒരു സംശയം അല്ലെങ്കിൽ ചോദ്യം വരാം. തീർച്ചയായും അങ്ങനെ ഒരു ഒഴിവ് നൽകണം എന്നുണ്ടെങ്കിൽ അത് ഈ നിയമത്തിനുള്ളിൽ തന്നെ ഒഴിവായിട്ട് നിങ്ങൾക്ക് ഉൾക്കൊള്ളിക്കാവുന്നതാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക സംസ്ഥാനത്ത് അല്ലെങ്കിൽ പ്രദേശത്ത് ഒരു മേഖലയിലെ സമൂഹങ്ങൾക്ക് ഈ തരത്തിൽ സവിശേഷമായ പരിഗണന നൽകി അവർക്ക് സ്വതന്ത്രമായതോ പ്രത്യേകമായതോ സവിശേഷമായതോ
ബാധകമായി വരുന്ന ഒരു വ്യവസ്ഥ നിർദ്ദേശിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ ആ തരത്തിൽ വ്യവസ്ഥപ്പെടുത്തുന്നതിന് ഒഴിവ് കഴിവ് എന്ന നിലയിൽ എക്സംപ്ഷണൽ ക്ലോസ് നിങ്ങൾക്ക് കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. ആ തരത്തിൽ ഒഴിവ് ബാധകമാക്കിയാൽ മതിയാവും. പൊതുതത്വം എന്നത് എല്ലാവർക്കും ബാധകമാകുന്നതാവണം. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഏതെങ്കിലും വിഭാഗത്തിനോ വ്യക്തിക്കോ സവിശേഷമായ ഒരു പരികല്പന നൽകണം, ഒരു പരിഗണന നൽകണം എന്നുണ്ടെങ്കിൽ അത് ഒഴിവ് കഴിവായി ഉൾക്കൊള്ളിക്കാവുന്ന തരത്തിലാകണം എന്നതാണ് ഇതിനെ സംബന്ധിച്ച് എനിക്ക് മുന്നോട്ട് വയ്ക്കാനുള്ള അഭിപ്രായം. രണ്ടാമതായി ഇക്കാര്യത്തിൽ ലഭ്യമാകുന്ന അല്ലെങ്കിൽ മുന്നോട്ട് വയ്ക്കാൻ ആഗ്രഹിക്കുന്ന വ്യത്യസ്തത അല്ലെങ്കിൽ വിവേചനം എന്ന് പറയുന്നത് ഇത് സിവിൽ എന്ന പദപ്രയോഗത്തിനുള്ളിലാകണമോ പേഴ്സണൽ എന്ന പദപ്രയോഗത്തിനുള്ളിൽ വരണമോ എന്നതാണ്. ഞാൻ അതിനെ കൂടുതൽ അഡ്വക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കൂടുതൽ സമർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു, ഊന്നൽ നൽകാൻ ആഗ്രഹിക്കുന്നത് പേഴ്സണൽ എന്ന വാക്കായിരിക്കും കുറെ കൂടി ഉചിതം എന്നതാണ്. എന്തുകൊണ്ട് എന്ന ചോദ്യം വരാം. അതിനൊരു വിശദീകരണം കൂടെ നൽകി ഞാൻ അടുത്ത പോയിന്റിലേക്ക് കടന്നുകൊള്ളാം. അതിന്റെ വിശദീകരണം എന്നത് സിവിൽ എന്ന പദപ്രയോഗം നിയമഭാഷയിൽ അല്ലെങ്കിൽ ജൂറിസ്പ്രുഡൻഷ്യലായി നമ്മൾ പരിശോധിക്കും, നീതിശാസ്ത്രപരമായി നിയമശാസ്ത്രപരമായി പരിശോധിക്കുമ്പോൾ അതിന് നമ്മൾ കാണുന്ന വ്യക്തി അധിഷ്ഠിത അവകാശ വ്യവസ്ഥകൾക്ക് ഉപരിയായിട്ടുള്ള ഒത്തിരി ഘടകങ്ങൾ അതിലേക്ക്, ധാരാളം ഘടകങ്ങൾ അതിലേക്ക് സന്നിവേശിക്കപ്പെടും അല്ലെങ്കിൽ ഉൾക്കൊള്ളിക്കപ്പെടും എന്നതാണ് സിവിൽ എന്ന പദപ്രയോഗം വരും. അതിൽ തദ്ദേശീയമായ ഏറ്റവും പ്രധാനമായി ആ ഘടകം തന്നെ വരും. തദ്ദേശീയമായ സാമൂഹിക ഘടകങ്ങൾ പലതും അതിലേക്ക് വരും. വിശേഷിച്ച് നമ്മുടെ ആചാരം, നമ്മുടെ നിഷ്ഠ, നമ്മുടെ വിശ്വാസം, നമ്മുടെ പാരമ്പര്യം, അങ്ങനെയുള്ള ഒട്ടേറെ ഘടകങ്ങൾ ഈ സിവിൽ എന്നതിനകത്ത് വന്നു ചേരും. മറിച്ച് കൃത്യതയോടുകൂടി നമ്മൾ പേഴ്സണൽ എന്ന വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അത് കുറെക്കൂടി അല്ലെങ്കിൽ വളരെ വ്യക്തമായും ഒരു വ്യക്തിയെ, ഇൻഡിവിജ്വലിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ ബാധിക്കുന്ന എന്ന അർത്ഥത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു വ്യക്തിയുടെ തികച്ചും മൗലികവും വ്യക്തിയധിഷ്ഠിതവുമായ അവകാശ അധികാരങ്ങളെയും ബാധ്യതകളെയും കുറിച്ച് പരാമർശിക്കുന്ന കാര്യങ്ങൾക്ക് നമുക്ക് ഉചിതമായ വാക്ക്, യോജിക്കുന്ന വാക്ക് പേഴ്സണൽ എന്നുള്ളതായിരിക്കും. അതുകൊണ്ട് കുറച്ചുകൂടി നല്ലത് ഏകീകൃതമായ പേഴ്സണൽ ലോ എന്ന് വിളിക്കാം, യൂണിഫോം പേഴ്സണൽ. കോമൺ ആകുമ്പോൾ ഒരു വ്യത്യാസമുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കുറച്ചും കൂടി പരിശോധനയ്ക്ക് സാധ്യത വരുമ്പോൾ ബോധ്യപ്പെടും. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഒട്ടേറെ ഘടകങ്ങളുള്ളതിൽ ഏകോപിപ്പിച്ച് അതിനെ സംയോജിപ്പിച്ചിട്ട് സംയുക്തമാക്കി മാറ്റുമ്പോഴാണ് അത് കോമണായി മാറുന്നത്. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ പരിശോധിച്ചോളണം. അതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് ആ തരത്തിൽ ഉപയോഗിക്കാത്തത്. ഇതിന് ഓരോന്നിനും ഓരോ അർത്ഥവ്യത്യാസമുണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഏകദേശം ഞാൻ പറയാൻ ശ്രമിച്ച രണ്ട് ഘടകങ്ങൾ നിങ്ങളുടെ പരിഗണനയ്ക്ക് വന്നിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. എന്താണ് വ്യക്തി നിയമം എന്നുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്? രണ്ട്, ആ വ്യക്തി നിയമം എന്നത് ഏത് സ്വഭാവ സവിശേഷതകൾ ഉള്ളതാകണം എന്നതിനെ സംബന്ധിച്ചുള്ള താല്പര്യം അല്ലെങ്കിൽ ആശയം എന്നുള്ളത്. ഇതിൻ്റെ ഒരു ചരിത്രപരമായ പശ്ചാത്തലം കൂടി നോക്കിക്കൊണ്ട് നമുക്ക് പിന്നീടുള്ള സാഹചര്യത്തിലേക്ക് വരാം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ആശയം പുതിയതല്ല എന്നുള്ളതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഈ ചരിത്രപരമായ വിശകലനത്തിലൂടെ. ഇപ്പം നമ്മൾ വല്ലാതെ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ പുറകോട്ട് നിങ്ങൾ ഈ കാലത്തിലൂടെ സഞ്ചരിച്ചാൽ വളരെ വ്യക്തമായി നിങ്ങൾക്കറിയാം ആവർത്തിക്കപ്പെടുന്ന ഒരു ചർച്ചയുടെ തനിയാവർത്തനം മാത്രമാണ് ഇപ്പോഴും നടക്കുന്നത് എന്നത്. നിങ്ങൾ പലർക്കും ഇത്തരം ചർച്ചകൾ മുമ്പ് നടന്നത് ഓർമ്മിക്കുന്നുണ്ടാകും. 70കളുടെ അവസാനം 80കളുടെ മധ്യം വരെ നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി വളരെ പ്രായോഗിക ബുദ്ധിയോടുകൂടി ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തവരാണ്. പക്ഷെ ഇവിടെയും എത്തിയില്ല. 1992 ശേഷം വീണ്ടും നമ്മൾ ഉയർന്നു വന്ന ഒരു സാർവദേശീയ ദേശീയ പരിസ്ഥിതിയിൽ ഈ വിഷയങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ചർച്ചയിലേക്ക് പോയി. അപ്പോഴും കാര്യമായൊന്നും സംഭവിച്ചില്ല. 10 വർഷത്തിന് ശേഷം 2006-08 കാലയളവിൽ ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ആവർത്തിച്ചുള്ള നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ദേശീയ ഗവൺമെന്റിന്റെ ചീഫ് സെക്രട്ടറി അല്ലെങ്കിൽ ക്യാബിനറ്റ് സെക്രട്ടറിയും അതേപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റുകളുടെ ചീഫ് സെക്രട്ടറിമാരും സുപ്രീം കോടതിയിൽ സ്റ്റേറ്റ്മെന്റ് നൽകണം എന്ന ഒരു സാഹചര്യം വന്നപ്പോൾ അതിനെ തുടർന്ന് വീണ്ടും നമ്മൾ ഈ കാര്യം ചർച്ച ചെയ്തതാണ്.
എന്താണ് യൂണിഫോം സിവിൽ കോഡ് എന്നതിന്റെ കാര്യത്തിൽ ഓരോ സംസ്ഥാനങ്ങളും എടുത്തിട്ടുള്ള സമീപനം, നിലപാട്, അത് നിർവഹിക്കുന്നതിന് ദേശീയ ഗവൺമെന്റ് എന്ത് ഉത്തരവാദിത്വമാണ് നിർവഹിച്ചത് എന്നതിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ നടപ്പാക്കിയത് എന്നതിനെ സംബന്ധിച്ച് സുപ്രീം കോടതി ആവർത്തിച്ച് ചോദിച്ചപ്പോൾ അന്നും ചർച്ച വന്നു. ഇപ്പോൾ വീണ്ടും ഇത്തരം ഒരു ചർച്ച രൂപപ്പെട്ടു വരുന്നത്, ഉയർന്നു വരുന്നത് ഏത് കാലിക പരിസ്ഥിതിയിലാണ് എന്നുള്ളത് നമ്മൾ കുറച്ചുകൂടി ഗൗരവത്തോടെ പരിശോധിക്കുന്നുണ്ട്. ഇപ്പം അതിൽ വ്യത്യസ്ത പക്ഷത്തു നിന്നുള്ള അഭിപ്രായ പ്രകടനവും വരുന്നുണ്ട്. അത് നമുക്ക് കൂടുതൽ പരിശോധിച്ച് തന്നെ പോകാം, ചർച്ച ചെയ്ത് തന്നെ പോകാം. ഞാൻ അതിലേക്ക് ഇപ്പോൾ വരുന്നില്ല. ഞാൻ ശ്രമിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇന്ത്യ സ്വതന്ത്ര ഇന്ത്യൻ മേഖലയിൽ രൂപപ്പെടുന്നതിന് ശേഷവും അതിനു മുമ്പും ഈ പറഞ്ഞ തരത്തിലുള്ള ചർച്ചകൾ പല രൂപത്തിൽ പല പ്രായേണ നടന്നിട്ടുണ്ട് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി മാത്രമാണ്. പക്ഷെ ഇപ്പോഴും അത് യഥാർത്ഥത്തിൽ വസ്തുനിഷ്ഠമായി പ്രാബല്യം നൽകുന്നതിന്, നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചർച്ചയാണോ അല്ലേ നടക്കുന്നത് എന്നത് നിങ്ങൾ ഒരു 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 വിശകലനത്തിന് വിധേയമാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ അങ്ങനെ സൂചിപ്പിക്കുന്നത്. നോക്കുക, 1772 വാറൻ ഹേസ്റ്റിങ്സ് വളരെ രസകരമായ ഒരു സമീപനം ഈ കാര്യത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് ഈ സമീപനം വരുന്നതെന്ന് നിങ്ങൾക്കറിയാം. പിന്നെ ഇന്ത്യയുടെ ഒന്നാം വ്യവസ്ഥാപിത സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന ഘടകം രൂപപ്പെട്ടു വന്നതിന് ശേഷം ഉള്ള കാലയളവ്, അതിന് മുമ്പുള്ള കാലയളവ് നിങ്ങളൊന്ന് പരിശോധിച്ചുകൊണ്ടാൽ മതി. വാറൻ ഹേസ്റ്റിങ്സ് പറയുന്നതാണ്: മുഹമ്മദൻസ് ഇൻ മാരേജ്, ഇൻഹെറിറ്റൻസ് ആൻഡ് റിലീജിയസ് അഫയേഴ്സ്, ഖുറാൻ ആൻഡ് ശാസ്ത്ര വിത്ത് റെസ്പെക്ട് ടു ജന്തൂസ് എന്നാണ് അദ്ദേഹം പ്രയോഗിച്ചിരിക്കുന്ന വാക്ക്. ഹിന്ദുസിനെ ജന്തൂസ് എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പരിശോധിക്കേണ്ടതാണ്. ജന്തൂസ് എന്ന വാക്കാണ് അദ്ദേഹം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഷാൽ ബി ഇൻവേരിയബിളി അഡ്ഹേർഡ് ടു ശരീഅത്ത് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു ഓൾ ക്ലാസ് ഓഫ് മുസ്ലിംസ്. ശരീഅത്ത് എന്ന് പറയുന്നത് എല്ലാ മുസ്ലിമുകൾക്കും അനിവാര്യമായി ബാധകമാകണം എന്ന് കരുതേണ്ടതില്ല. എന്നാൽ മുസ്ലിം ശരീഅത്ത് എന്നത് മുസ്ലിങ്ങൾ പൊതുവിൽ സ്വീകാര്യമായി അല്ലെങ്കിൽ അനുവർത്തിക്കുന്നതായി കരുതാവുന്നതുമാണ്, പരിഗണിക്കാവുന്നതുമാണ്. പക്ഷേ ഹേസ്റ്റിങ്സ് പറയുന്നത്, വാറൻ ഹേസ്റ്റിങ്സ് പറയുന്നത് മുഹമ്മദൻസ് എന്ന് പറയുന്ന വിഭാഗം, അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ മുസ്ലിമുകൾക്കിടയിൽ തന്നെ 1772 തന്നെ ഈ പറയുന്ന അവാന്തര വിഭാഗങ്ങൾ സ്ഥാപിക്കപ്പെട്ടു എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ പറഞ്ഞത്. ഏകോപിതമല്ല അവിടെ പോലും എന്നുള്ളതാണ്. ഇൻ മാരേജ്, ഇൻഹെറിറ്റൻസ് ആൻഡ് റിലീജിയസ് അഫയേഴ്സ്, ഖുറാനിക് വേഴ്സസ് എന്നുള്ളതാണ്. ഖുറാൻ ആണ് അടിസ്ഥാനപരമായി പരിഗണിക്കേണ്ടത്. അതേസമയം ഹിന്ദുസ് ആണെങ്കിലോ അവർക്ക് ഏതായിരിക്കും? ശാസ്ത്രം ആയിരിക്കും എന്നാണ് ആര് സ്ഥാപിച്ചത്? അന്നത്തെ ഭരണാധികാരിയായ പിന്നീട് ഗവൺമെന്റും ഒക്കെ ആയ വാറൻ ഹേസ്റ്റിങ്സ്, അദ്ദേഹത്തിന്റെ നിർദ്ദേശം അതാണ്. കോൺവാലിഷന്റെ സമയം എത്തുമ്പോഴേക്കും 1790 എത്തുമ്പോഴേക്കും അദ്ദേഹം ചെയ്യുന്നത് അതുമല്ല, വ്യത്യസ്തങ്ങളായ കോടതികളെ സ്ഥാപിക്കുക. 2 മുസ്ലിം മുഫ്തിമാർ ഉൾക്കൊള്ളുന്ന കോടതി, സദർ നിസാമത്ത് ആൻഡ് എന്താണ് രണ്ടാമത്തെ കോടതി ഏതാ? അല്ല, 2 കോടതികൾ അദ്ദേഹത്തിൻ്റെതായി നിർദ്ദേശിക്കപ്പെടുന്നു. സദർ ദിവാനി ആൻഡ് സദർ നിസാമത്ത്, 2 കോടതി. സദർ നിസാമത്ത് ആൻഡ് സദർ ദിവാനി. ദിവാനി എന്ന് പറയുന്നത് സിവിലാണ്, റവന്യൂ ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ സംബന്ധിച്ച്. നിസാമത്ത് എന്ന് പറയുന്നത് ക്രിമിനൽ. 2 തരം. ഇതിൽ ദിവാനി കോടതികളിൽ മുഫ്തിമാരെ, എന്തിനാ മുഫ്തിമാരെ നിയോഗിച്ചത്? മുസ്ലിമുകളെ സംബന്ധിച്ച് വരുന്ന തർക്കങ്ങൾ പരിശോധിച്ച് തീർപ്പാക്കുന്ന ഘട്ടത്തിൽ ന്യായാധിപന്മാരെ, എന്നിട്ട് ഈ 2 മുഫ്തിമാരിൽ എന്തെങ്കിലും തരത്തിലുള്ള തർക്കങ്ങൾ വരുമ്പോൾ ഒരു ചീഫ് മുഫ്തിയെ ആശ്രയിക്കാനുള്ള സാധ്യതയും കൂടി നൽകുന്നുണ്ട് അവിടെ. ചീഫ് മുഫ്തി, ഇവർക്കിടയിലുള്ള തർക്കങ്ങൾ അല്ലെങ്കിൽ ഇവർക്ക് തീർപ്പാക്കാൻ പറ്റാത്തതായി വരുന്ന സമയത്ത് ചീഫ് മുഫ്തിയെ സമീപിക്കാൻ, അവരുടെ നിർദ്ദേശാനുസരണം, ഉപദേശാനുസരണം ഈ കാര്യങ്ങൾ തീർപ്പാക്കണം എന്ന് പറയുന്ന ഉപാധി അവിടെ വന്നു ചേരുന്നു എന്നുള്ളത് നമ്മൾ കാണണം. 1817 ആകുമ്പോഴേക്കും ബ്രിട്ടീഷ് ജഡ്ജിമാർ, ന്യായാധിപന്മാർ ഇത്തരം വിഷയങ്ങൾ പരിഗണിക്കുന്നതിൽ ഫത്വകളെ ഓവർറൂൾ ചെയ്തുകൊണ്ടുള്ള തീരുമാനം, അതിലംഘിച്ചുകൊണ്ടുള്ള തീരുമാനങ്ങൾ അല്ലെങ്കിൽ വിധികൾ നൽകാനുള്ള അധികാരം ബ്രിട്ടീഷ് ഭരണകൂടം ന്യായാധിപന്മാർക്ക് നൽകുന്നതും നമ്മൾ കാണുന്നു എന്നുള്ളതാണ്.
നോക്കണം, ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഇത്രയേ ഉള്ളൂ. വ്യത്യസ്തരായ ആളുകൾക്കിടയിൽ വ്യത്യസ്തങ്ങളായ നിയമങ്ങൾ രൂപപ്പെടുത്തുന്നതും നടപ്പാക്കുന്നതും ഒരു കാലയളവിൽ ഇന്ത്യൻ ഭരണകൂടത്തിന്റെ ഒരു താല്പര്യത്തിന്റെ തുടർച്ചയായോ ഭാഗമായോ വന്നു ചേരുന്നതാണ് എന്ന് നമുക്ക് വളരെ കൃത്യമായി അറിയാൻ കഴിയും. അത് പതുക്കെ പതുക്കെ ഇന്ത്യ സ്വതന്ത്രമാവുന്ന ഘട്ടത്തിലും വന്നു ചേരുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഇതിന്റെ ഒരു ഉദാഹരണം 1937-36 മുസ്ലിം ശരീഅത്ത് ആക്ട് വരുന്നത്. ഇന്ത്യൻ ശരീഅത്ത് ആക്ട് എന്ന് പറയുന്ന ഉപാധിക്ക് ബ്രിട്ടീഷ് ഭരണകൂടം അല്ലെങ്കിൽ പാർലമെന്റ് നിർദ്ദേശം നൽകുന്നു, രൂപം നൽകുന്നു. ഈ ഇന്ത്യൻ ശരീഅത്ത് ആക്ട് എന്ന് നമ്മൾ വിളിക്കുന്ന നിയമം യഥാർത്ഥത്തിൽ ഖുറാനിക് വേർഷൻ അല്ലെങ്കിൽ ഖുറാനിക് നിയമങ്ങളുടെ സമാഹാരമാണോ? അല്ല. കുറച്ച് ഈ ഖുറാൻ വ്യവസ്ഥകളും കുറച്ച് ഇന്ത്യൻ മുസ്ലിമുകൾ ആചാരപരമായി തുറന്നു വന്നിരുന്ന സാഹചര്യങ്ങളും അല്ലെങ്കിൽ സാധ്യതകളും ഫത്വകളും എല്ലാം കൂടി സങ്കലിതമായി ചേർത്തുകൊണ്ട് അന്നത്തെ ബ്രിട്ടീഷ് ഭരണകൂടത്തിന് മുസ്ലിമുകളെ തങ്ങൾ താലോലിക്കുന്നു അല്ലെങ്കിൽ മുസ്ലിമുകളുടെ താല്പര്യം തങ്ങൾ പരിരക്ഷിക്കുന്നു എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ തക്ക തരത്തിലുള്ള ഒരു നിയമം ഉണ്ടാക്കണമായിരുന്നു. ആ കാലയളവ് നമ്മൾ ശ്രദ്ധിച്ചോണം. ഇന്ത്യ വിഭജന അടിസ്ഥാനത്തിലേക്ക് ചിന്തിച്ച് ചർച്ച ചെയ്ത് തുടങ്ങുന്ന ഒരു ഘട്ടം. ഗൗരവമായ അളവിൽ രണ്ട് രാഷ്ട്രങ്ങളായി മാറണം എന്ന താല്പര്യം ഇന്ത്യക്കാരിൽ സന്നിവേശിപ്പിക്കപ്പെടുന്ന കുത്തിവയ്ക്കപ്പെടുന്ന ഒരു അവസ്ഥ, അത് ശക്തിപ്പെടുന്ന ഒരു പശ്ചാത്തലം. ആ പശ്ചാത്തലത്തിൽ മുസ്ലിം രാഷ്ട്രവാദത്തെ സഹായിക്കുന്ന തരത്തിൽ മുസ്ലിമുകളെ തങ്ങൾ കൂടുതൽ പരിരക്ഷിക്കുന്നു എന്ന ബോധ്യം ഇന്ത്യക്കാരിൽ രൂപപ്പെടുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അമുസ്ലിമുകളിൽ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി അവർ ഉപയോഗിച്ച ഒരു ഉപാധിയായി തന്നെയാണ് അത് അക്കാലത്ത് രൂപപ്പെട്ടതും പിന്നീട് പ്രയോഗിക്കപ്പെട്ടതും. കുറച്ചുകൂടി കൃത്യമായിട്ട് നമ്മൾ ഇതിനെ പരിശോധിക്കുമ്പോൾ അന്നത്തെ ഹിന്ദു നേതാക്കന്മാർ അല്ലെ ഹിന്ദു രാഷ്ട്രവാദികൾ എങ്ങനെയാണ് ഇതിനെ സമീപിച്ചിരുന്നത് എന്നൊക്കെ നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. 1936 തന്നെ RSSന്റെ വാർഷിക സമ്മേളനത്തിൽ ഹെഡ്ഗവർ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള താല്പര്യങ്ങൾ ഈ ബ്രിട്ടീഷ് അധികാരസ്ഥർ എടുക്കുന്നത് അല്ലെങ്കിൽ മുന്നോട്ട് വയ്ക്കുന്നത് ഹിന്ദുത്വത്തെ ഹനിക്കുന്നതിന് വേണ്ടിയാണ്, ഹിന്ദു രാഷ്ട്ര പുരോഗതിയെ തടയുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഹിന്ദുത്വ സംസ്കാരത്തിന് വിരുദ്ധമാണ് ഈ സമീപനങ്ങൾ എന്ന്. അപ്പൊ ആ കാലയളവിൽ തന്നെ ഈ ഹിന്ദു കോഡ് ബില്ലിനെ സംബന്ധിച്ചുള്ള ചർച്ചകളും ഒക്കെ രൂപപ്പെട്ടു വരുന്നുണ്ട്. 1940 മുതൽ 50 വരെയുള്ള കാലയളവിൽ അത് സംബന്ധിച്ച് വളരെ വലിയ ചർച്ച നടക്കുന്നുണ്ട്. ആ ചർച്ചയുടെയും കൂടി ഒരു പശ്ചാത്തലത്തിൽ നിങ്ങൾ കണ്ടുപോകണം. ഈ തരത്തിൽ ഉള്ള ചർച്ചകളെല്ലാം തന്നെ ഹിന്ദു സംസ്കാരത്തെ ഹനിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, അതിനദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, ഹിന്ദുക്കളുടെ മേഖലയിൽ വരുന്ന വനിതകൾ, സ്ത്രീകൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ, അവർക്ക് കൂടുതൽ പരിഗണനകൾ ഒക്കെ നൽകുന്ന തരത്തിൽ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ തുടർച്ചയായിട്ട് ഹിന്ദു നിയമങ്ങളിൽ പരിഷ്കാരം, സതി ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ, ബാലവിവാഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, വിധവാ വിവാഹം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, അതിലെല്ലാം തന്നെ മാറ്റങ്ങൾ വരിക, പരിഷ്കാരങ്ങൾ വരിക. ഈ പരിഷ്കരണങ്ങൾ പലതും നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ ഹിന്ദുത്വ സംസ്കാരത്തെ ഹനിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഹിന്ദുത്വ സംസ്കാരത്തിന്റെ പുരോഗതിയെ അല്ലെങ്കിൽ അതിന്റെ വിപുലീകരണത്തെ, ശാക്തീകരണത്തെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. വിശേഷിച്ച് അതിൽ ഏറ്റവും നിർണായക പദവി വഹിക്കുന്ന ഹിന്ദു സ്ത്രീകൾ, അതിന് അദ്ദേഹം കൊടുത്തിരിക്കുന്നത് ഹിന്ദു വിമൻ ഈസ് വൺ ഹു ഇമ്പോർട്ട്സ് ദ സംസ്കാര വിച്ച് ഹെൽപ് അവർ ധർമ്മ, കൾച്ചർ ആൻഡ് ദ നേഷൻ എന്നാണ്. അതിനെ ഹനിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുക. അപ്പൊ നോക്കണം, ഒരു ഭാഗത്ത് മുസ്ലിമുകളെ താലോലിക്കുന്ന, അവരുടെ താല്പര്യങ്ങൾ പരിരക്ഷിക്കുന്നു എന്ന നിലയിൽ മുസ്ലിം ശരീഅത്ത്, ഇന്ത്യൻ ശരീഅത്ത് ഉൾപ്പെടെയുള്ള നിയമവ്യവസ്ഥകളിലേക്ക് പോകുന്നു. മറുഭാഗത്ത് ഇത്തരത്തിൽ ഹിന്ദു സമ്പ്രദായത്തിൽ വരുന്ന പരിഷ്കരണങ്ങൾ, മൗലികമായ പരിഷ്കരണങ്ങൾ ഹിന്ദു സംസ്കാരത്തെ ഹനിക്കുന്നതാണ്, ഹിന്ദുത്വത്തെ നിരാകരിക്കുന്നതാണ് എന്ന വലിയ തോതിലുള്ള വിമർശനവും വന്നു ചേരുന്നു. ഏറ്റവും രസകരമായ ഒരു കാര്യം, 1950കളിലേക്ക് എത്തുമ്പോൾ, 40 മുതൽ 50ലേക്ക് എത്തുമ്പോൾ ഹിന്ദു കോഡ് ബില്ലിന്റെ പരികല്പനയിൽ, അതിന്റെ ചർച്ചയിൽ അംബേദ്കർ പരാമർശിക്കുന്ന ഒരു കാര്യം, ഈ ചർച്ചയിൽ ഏറ്റവും കൂടുതൽ അതിനെ വിമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ എതിർത്തുകൊണ്ട് അഭിപ്രായ പ്രകടനം നടത്തിയത് തിലകനെ പോലെയുള്ള ആളുകളാണ് എന്നുള്ളതാണ്. അതിൻ്റെ ഒരു തുടർച്ച നമുക്ക് പിന്നീട് കാണാൻ കഴിയും എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമാണ്.
ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതിലൊരു ഉദാഹരണം കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആ ചർച്ചകളിൽ ചില ഘട്ടങ്ങളിൽ. അത് ഹിന്ദു സ്ത്രീകളുടെ വിവാഹപ്രായം എന്നത് വർദ്ധിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് 10 വയസ്സ് എന്നതിൽ നിന്ന് 12 വയസ്സ് എന്നതിലേക്ക് ഉയർത്തുന്നതിന് ഒരു പ്രൊവിഷൻ, ഒരു നിർദ്ദേശം ഈ സംവിധാനത്തിൽ വരുന്നു, നിയമനിർദ്ദേശത്തിൽ വരുന്നു. അതിനെ ഏറ്റവും കൂടുതൽ വിമർശന വിധേയമായി കണ്ടത്, പ്രചരിപ്പിച്ചത് ഈ തിലകന്റെ ഉൾപ്പെടെയുള്ള നേതൃത്വത്തിലുള്ള വിഭാഗമായിരുന്നു, അഭിപ്രായഗതിക്കാരായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും നമുക്ക് ആ ചർച്ച വളരെ പ്രസക്തമാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ അത് ചൂണ്ടിക്കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഈ 30-കൾക്ക് ശേഷം 40-കളുടെ അവസാനം എത്തുമ്പോഴാണ് നമ്മൾ ഇന്ത്യയിലെ അതിനെ ആരും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു കാര്യം അല്ലെങ്കിൽ ഒരു സാഹചര്യം രൂപപ്പെടുന്നത്. അത് ക്രിസ്ത്യൻ നിയമങ്ങൾ രൂപപ്പെടുന്നു എന്നുള്ളതാണ്. ക്രിസ്ത്യൻ സക്സഷൻ ആക്ട്, മാരേജ് ആക്ട് തുടങ്ങിയവ. എന്തുകൊണ്ട് ഈ പറഞ്ഞ ഘട്ടത്തിൽ ഇന്ത്യ സ്വതന്ത്രമാകുന്നു, ഇന്ത്യക്കാകെ ബാധകമാകുന്ന ഒരു നിയമം മതിയല്ലോ, അത്തരത്തിലുള്ള ഒരു ആശയം രൂപപ്പെട്ടാൽ പോരെ എന്ന ചർച്ചകൾ വന്നില്ല. മറിച്ച് ഇന്ത്യൻ സക്സഷൻ ആക്ടിന് പകരം ക്രിസ്ത്യൻ സക്സഷൻ ആക്ട് രൂപപ്പെടുത്താൻ, ക്രിസ്ത്യൻ മാരേജ് ആൻഡ് ഡിവോഴ്സ് ആക്ട് രൂപപ്പെടുത്താൻ ഉള്ള ആശയഗതിയാണ് അന്ന് ശക്തിപ്പെടുന്നത് എന്നതും നമ്മൾ കാണണം. അപ്പോൾ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എന്ന നിലയിൽ കൃത്യമായ വേർതിരിവ് സംജാതമാക്കാനുള്ള സാഹചര്യം അപ്പോഴേക്കും രൂപപ്പെടുന്നു എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് 50-കളുടെ തുടക്കത്തിൽ ഹിന്ദു കോഡ് ബില്ലിനെ സംബന്ധിച്ച് അതിന്റെ അവതരണവും അതിന്റെ ചർച്ചയും എല്ലാം നടക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ ഓർഗനൈസറിൽ അന്ന് പ്രസിദ്ധീകരിച്ച ഒരു ആർട്ടിക്കിളിൽ അവർ ചൂണ്ടിക്കാണിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ അന്നത്തെ സംഘടിത ഹിന്ദു സമൂഹം അല്ലെങ്കിൽ സംഘടനാ സംവിധാനം ഈ ഹിന്ദു കോഡ് ബില്ലിനെ നിരാകരിക്കുന്നത് എന്നുള്ളത്. അവർ അങ്ങനെ തന്നെ പറഞ്ഞു, വി കണ്ടം ഇറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് ആൻ എൻഡ് ആൻഡ് ignorant libel on Hindu laws, Hindu culture and Hindu dharma. ഇത് തികച്ചും നിരുത്തരവാദപരമായ അറിവുകെട്ട ഒരു അവഹേളനമാണ് ഹിന്ദു സമ്പ്രദായത്തിന്റെ മേൽ എന്നാണ്, ഹിന്ദു സംസ്കാരത്തിന്റെ മേൽ, ഹിന്ദു നിയമങ്ങളുടെ മേൽ, ഹിന്ദു ധർമ്മശാസ്ത്രങ്ങളുടെ മേൽ. അതുകൊണ്ട് താങ്കൾ അതിനെ എതിർക്കുന്നു. വി റിവോൾട്ട് ടു ഡിവോഴ്സ്, റിവോൾട്ടിംഗ് ടു ഹിന്ദു ഐഡിയോളജി എന്നുള്ളതാണ്. ഹിന്ദുത്വത്തിന്റെ പരികൽപ്പനകളെ, അതിന്റെ സംസ്കാരത്തെ, അതിന്റെ ആശയഗതികളെ ഇത് നിരാകരിക്കുന്നു എന്നുള്ളതുകൊണ്ട് തങ്ങൾ അതിനെ എതിർക്കുന്നു എന്നത് അന്ന് തന്നെ അവർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഘടകമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ജന്മശതാബ്ദി കൊണ്ടാടുന്ന ശ്യാമപ്രസാദ് മുഖർജി, SP മുഖർജി ഇതിനെ സംബന്ധിച്ച് വളരെ ഗൗരവമായി ഒരു പരാമർശം നടത്തുന്നുണ്ട്. ഇപ്പോൾ വല്ലാതെ ഇത്തരം ചർച്ചകൾ നടത്തുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ്. Giving women the right to divorce is unacceptable. എന്തുകൊണ്ട്? Monogamy is not applicable to all or a group, or it is not applicable to one sector എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നതാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന്, ഒരു മേഖലയ്ക്ക്, ഒരു വ്യക്തിക്ക് മൊണോഗമി എന്നത് നിയമത്തിലൂടെ അനുശാസിക്കാൻ കഴിയാത്തതാണ് എന്ന് പറഞ്ഞാൽ പൊളിഗമിയെയും പൊളിയാൻഡ്രിയെയും ഉൾപ്പെടെയുള്ളത് സ്വീകരിക്കുന്ന അല്ലെങ്കിൽ അതിനെ അംഗീകരിക്കുന്ന, സ്വാംശീകരിക്കുന്ന ഒരു സമീപനം അന്ന് അവതരിപ്പിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും എന്നുള്ളത്. ഞാൻ സൂചിപ്പിച്ചത് വ്യത്യസ്ത വിഭാഗം ആളുകൾ എങ്ങനെയാണ് അന്നും ഈ പറഞ്ഞ ആശയത്തിനെ നോക്കിക്കാണാൻ ശ്രമിച്ചത്, ചർച്ച ചെയ്യാൻ ശ്രമിച്ചത് എന്ന് ഒന്ന് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. നെഹ്റു അംബേദ്കറിനോടൊപ്പം ഈ കാര്യങ്ങളിലൊക്കെ പ്രവർത്തിച്ചു എന്ന് പറയുന്ന ആളാണല്ലോ. അദ്ദേഹം അന്നെടുത്ത നിലപാട് ഇത്തരത്തിൽ ഒരു നിയമനിർമ്മാണത്തിന് ഇപ്പോൾ കാലയളവായില്ല എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞ പരാമർശം, ഇറ്റ് ഈസ് നോട്ട് എ റൈപ്പൻ ടൈം ടു സച്ച് എ ലെജിസ്ലേഷൻ എന്നുള്ളതാണ്. അതിന് പറ്റിയ കാലഘട്ടം ആയില്ല, കാലയളവായില്ല എന്നുള്ളതാണ്. ഒരു പറ്റിയ സമയത്ത് മാത്രമേ, കാലയളവിൽ മാത്രമേ ഇത്തരം ഒരു നിയമനിർമ്മാണം പാടൂ എന്നാണ് അദ്ദേഹം മുന്നോട്ട് വെച്ച അഭിപ്രായം. പക്ഷെ അദ്ദേഹം നിർദ്ദേശിക്കുന്ന ഇതാണ്, അത് അദ്ദേഹത്തിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ കഴിയും. യൂണിഫോം സിവിൽ കോഡ് is a proposal to replace the personal laws based on the scriptures and customs of each major religions community in India. റിലീജിയസ് കമ്മ്യൂണിറ്റിയുടെ നേതൃത്വത്തിൽ രൂപപ്പെട്ടിട്ടുള്ള, വ്യവസ്ഥാപിതമായ മതസമൂഹങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടിട്ടുള്ള ഇന്ത്യയിലെ വ്യക്തി നിയമ വ്യവസ്ഥകളെയും സംഹിതകളെയും മാറ്റി സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. വിത്ത് എ കോമൺ സെറ്റ് ഗവേൺസ് എവറി സിറ്റിസൺ, ഒരു പൊതു തത്വം, ഒരു ഏകീകൃതമായ തത്വം.
These laws are distinguished from public law. അതാണ് നമ്മൾ കാണേണ്ടത്. പബ്ലിക് ലോ ആൻഡ് കവർ മാരേജ്, ഡിവോഴ്സ്, ഇൻഹെറിറ്റൻസ്, അഡോപ്ഷൻ ആൻഡ് അതർ സച്ച് റിലേഷൻഷിപ്പ്. ഇതാണ് നെഹ്റു പറഞ്ഞിരിക്കുന്നത്. വളരെ വ്യക്തമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു വിവേചന ബുദ്ധി ഇവിടെ നെഹ്റു പ്രകടിപ്പിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണും. പക്ഷേ അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു, അന്നത്തെ ഇന്ത്യൻ സമൂഹത്തിൽ ഇത്തരം ഒരു നിയമം ഏകീകൃതമായി സമീകൃതമായി കൊണ്ടുവരുന്നതിന് ഉചിതമായ ഒരു കാലയളവല്ല, അതുകൊണ്ട് ഇപ്പോൾ ആ നിയമത്തിലേക്ക് പോകേണ്ടതില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതേസമയം മറുഭാഗത്ത് എസ് പി മുഖർജിയെ പോലെയുള്ള ആളുകൾ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് ശാസ്ത്ര is the magnificent architecture of the Hindu culture and Hindu Code Bill is to be treated as an interference of the internal affairs of the Hinduism എന്നാണ് അവർ പറഞ്ഞത്. ഹിന്ദു കോഡ് ബില്ല് യഥാർത്ഥത്തിൽ ഹിന്ദുക്കളുടെ ആഭ്യന്തര പ്രശ്നത്തിൽ, പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ ഇടപെടലുകളിൽ ഉള്ള അതിശക്തമായ ഒരു ബാഹ്യ ശക്തിയുടെ ഇടപെടലാണ്, ബാഹ്യ ഇടപെടലാണ് എന്നാണ് അവർ നിരീക്ഷിച്ചത്. എന്നാൽ അധികം വൈകാതെ അംബേദ്കർ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ പാർലമെന്ററി ഡിബേറ്റിൽ, താൻ അത്ഭുതപ്പെടുന്നു എങ്ങനെയാണ് ഇങ്ങനെ വിമർശിച്ചിരുന്ന, എതിർത്തിരുന്ന ഒരു കൂട്ടം ആളുകൾക്ക് ഒരു സുപ്രഭാതത്തിൽ അതുവരെയുള്ള തങ്ങളുടെ എതിർപ്പുകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒരു ഏകീകൃത വ്യക്തി നിയമം ഇന്ത്യക്ക് വേണം എന്ന വാദത്തിലേക്ക് വരാൻ കഴിഞ്ഞത്. അതിന്റെ സാമൂഹ്യ ചരിത്ര പശ്ചാത്തലം എന്താണ് എന്നത് താൻ അത്ഭുതപ്പെടുന്നു എന്ന് പിന്നീട് അംബേദ്കർ പറയുന്നുണ്ട്. എന്തുമാവട്ടെ, ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ച് ഇത്തരത്തിലുള്ള ചർച്ചകൾ അന്ന് തുടങ്ങി. ഈ കാലയളവ് സ്വതന്ത്ര ഇന്ത്യ വന്നതിന് ശേഷം ഷാബാനു കേസിന്റെ പശ്ചാത്തലത്തിൽ ഉൾപ്പെടെ നമുക്ക് ഈ ചർച്ചകൾ കാണാൻ പറ്റും. ഇപ്പോഴും ഒരു സുപ്രീം കോടതി കേസിന്റെ പശ്ചാത്തലത്തിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പിന്നെ സരള മുദ്ഗലിന്റെ ഹർജിയെ തുടർന്ന് സുപ്രീം കോടതി പരിഗണിച്ച കേസിൽ ആണ് ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കുന്നതിനെ സംബന്ധിച്ച് ഒരു പരിശോധന നടത്തി കോടതിക്ക് ഒരു ശുപാർശ സമർപ്പിക്കണം. അങ്ങനെയാണ് ഇന്ത്യയിലെ ദേശീയ ലോ കമ്മീഷൻ ഈ വിഷയം ഇപ്പോൾ വീണ്ടും ചർച്ചയ്ക്കായി എടുക്കുകയും ലോ കമ്മീഷൻ ഒരു ചോദ്യാവലി ഇന്ത്യയിലെ പൊതു സമൂഹത്തിന് മുമ്പിൽ കഴിഞ്ഞ വർഷം അവസാനം അവതരിപ്പിക്കുകയും ചെയ്ത്. എന്തായാലും ആ ചോദ്യാവലിയുടെ ഉള്ളടക്കവും അതിൻ്റെ വിശദീകരണവും ഒക്കെ വലിയ ചർച്ചയ്ക്കും സംവാദത്തിനുമൊക്കെ ഇടയാക്കിയിട്ടുണ്ട്. അത് പ്രത്യേകമായി നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് നമുക്ക് ആ തരത്തിൽ പരിശോധിച്ച് പോകാമെന്നാണ്. ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. അപ്പം ന്യായമായും ഞാൻ പറയാൻ ശ്രമിച്ചത്, തുടക്കം മുതൽ ഇപ്പോൾ വരെ ഈ ഏകീകൃത സിവിൽ നിയമം അല്ലെങ്കിൽ വ്യക്തി നിയമം എന്ന വിഷയം കേവല അധര വ്യായാമമായി അവസാനിക്കുന്ന അനുഭവമാണ് നമ്മുടെ ചരിത്രം നമുക്ക് നൽകുന്നത് എന്നുള്ളതാണ്. അതിൽ തർക്കമുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ചർച്ച ചെയ്ത് തന്നെ അതിൽ നമ്മുടെ അഭിപ്രായ രൂപീകരണത്തിലേക്ക് എത്താം. ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സാധ്യതകൾ എന്താണ് എന്നതും കൂടി നമുക്ക് ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കാം. പ്രധാനമായും ഉയർന്നു വരുന്ന തടസ്സവാദങ്ങൾ എന്തൊക്കെയാണ്? ഏകീകൃത വ്യക്തി നിയമം എന്നത് ഒരു പരികൽപ്പന മാത്രമാണ്, ഒരു പോളിസി മാത്രം, പരിപ്രേക്ഷ്യം മാത്രമാണ്. അത് പ്രായോഗിക വ്യവസ്ഥയല്ല. അതുകൊണ്ടാണല്ലോ അത് ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 4 ഭാഗം 4 44-ാം അനുച്ഛേദമായി ചേർക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ അല്ല അതൊരു അവകാശമായോ വ്യവസ്ഥയായോ പ്രാബല്യം നൽകേണ്ടതാണെങ്കിൽ ഭരണഘടനയുടെ മറ്റേതെങ്കിലും ഭാഗത്ത് ആയിരുന്നില്ലേ അത് ഉൾക്കൊള്ളിക്കേണ്ടത് എന്ന ചോദ്യമാണ്, അല്ലെങ്കിൽ അഭിപ്രായ പ്രകടനമാണ്. ഞാൻ ഇത് സൂചിപ്പിച്ചു നേരത്തെ തന്നെ. എന്തുകൊണ്ടാണ് അത്തരത്തിൽ ഒരു മാർഗനിർദ്ദേശക തത്വമായി ഇത് ഉൾക്കൊള്ളിക്കപ്പെട്ടത് എന്ന് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാതാക്കളിൽ തന്നെ അക്കാലത്ത് വലിയ തോതിലുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങൾ രൂപപ്പെടുകയും അതിനെ സമീകരിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഇത് സാധ്യമല്ല എന്നുണ്ടെങ്കിൽ ഭാവിയിൽ എപ്പോഴെങ്കിലും ഇന്ത്യയിലെ പാർലമെന്റിനോ ജനസമൂഹത്തിനോ ഇത്തരം ഒരു നിയമം അനിവാര്യമാണ് എന്ന് തോന്നുന്നെങ്കിൽ അപ്പോൾ അത് ഒരു നിയമമാക്കി മാറ്റാവുന്നതാണ് എന്ന നിലയിലാണ് ഈ 44-ാം അനുച്ഛേദത്തിൽ ഇത് ഉൾച്ചേർക്കപ്പെട്ടത്. അതിൻ്റെ വ്യവസ്ഥ എന്താണെന്ന് നിങ്ങൾ നോക്കുമ്പോൾ തന്നെ അറിയാം. രാഷ്ട്രം ഒരു ഏകീകൃത വ്യക്തി നിയമം നടപ്പാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാധ്യതകൾ എല്ലാം തന്നെ ആരായേണ്ടതാണ്. ദ സ്റ്റേറ്റ് ഷാൽ എൻഡിവർ ടു എൻഫോഴ്സ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആ തരത്തിൽ ഉള്ളൊരു നിർദ്ദേശക തത്വമായിട്ട് വരുന്നതിൻ്റെ കാര്യം. ഈ വാദത്തിന് എന്താണ് സാധുത? ഇത് കേവലം നയം മാത്രമാണ്, അല്ലെങ്കിൽ ഒരു പരിപ്രേക്ഷ്യം മാത്രമാണ്, അത് പ്രാബല്യം നൽകേണ്ടതല്ല. ഇന്ത്യൻ സുപ്രീം കോടതി തന്നെ സമാനമായ വ്യവസ്ഥകളെ സംബന്ധിച്ചുള്ള ഒട്ടേറെ വിധി പ്രസ്താവന ഞാൻ ഒന്നൊന്നായി ആവർത്തിക്കുന്നില്ല, ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്.
ഈ പാർട്ട് 4-ൽ 4-ാം ഭാഗത്ത് പറയുന്ന തത്വങ്ങൾ കേവല തത്വങ്ങളായി നിർദ്ദേശിക്കപ്പെടുന്നതല്ല, അത് സാധ്യമാകുന്ന നിയമനിർമ്മാണത്തിലൂടെ പ്രാബല്യം നൽകേണ്ടുന്നവ തന്നെയാണ്. ആകെ അതിനൊരു പരിമിതിയുള്ളത്, ഇവ പ്രാബല്യത്തിൽ വരണം എന്നുണ്ടെങ്കിൽ അതിന് ഉതകുന്ന ഒരു നിയമം ഇന്ത്യൻ പാർലമെന്റ് അല്ലെങ്കിൽ ഇന്ത്യയിലെ നിയമസഭകൾ രൂപപ്പെടുത്തേണ്ടതുണ്ട് എന്നത് മാത്രമാണ്. അങ്ങനെ നിയമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അതിന് നിർവഹണ സാധ്യത ഉറപ്പുവരുത്തേണ്ടത്, സംഭാവ്യത ഉറപ്പുവരുത്തേണ്ടത് രാഷ്ട്രത്തിന്റെ ബാധ്യതയാണ്. അപ്പോൾ ആ ന്യായവാദത്തെ, ആ തടസ്സവാദത്തെ ആ തരത്തിൽ തന്നെ നമുക്ക് ഖണ്ഡിക്കാൻ കഴിയും എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. കേവലമായ സാങ്കേതികമായ ഒരു പരിപ്രേക്ഷ്യം അല്ലെങ്കിൽ നയം മാത്രമായി ഇതിനെ പരിമിതപ്പെടുത്തേണ്ടതില്ല, മറിച്ച് ഭാവിയിൽ നിയമ നിർമ്മാണ വ്യവസ്ഥകളിലൂടെ പ്രാബല്യം നൽകേണ്ടുന്നതായ ഉപാധി തന്നെയായിട്ടാണ് ഇതിനെ ഭരണഘടനാ നിർമ്മാതാക്കൾ കണ്ടിട്ടുള്ളത്. അതിന് സുപ്രീം കോടതിയുടെ തന്നെ അനുശാസനങ്ങൾ, വിധി പ്രസ്താവങ്ങൾ നമുക്ക് പിൻബലം നൽകുന്നുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തെ തടസ്സവാദമായി പറയുന്നത്, ഇന്ത്യ വളരെ വൈവിധ്യമുള്ള ഒരു സമൂഹമാണ്. ഈ വൈവിധ്യമുള്ള സമൂഹത്തിൽ നമ്മളുടെ നിയമങ്ങളെല്ലാം തന്നെ മതാടിസ്ഥാനത്തിലുള്ളതോ ജാത്യടിസ്ഥാനത്തിലുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ആ മതത്തിനെയോ ജാതിയെയോ മറികടന്നുകൊണ്ട് എല്ലാവർക്കും ബാധകമാകുന്ന ഒരു വ്യക്തി നിയമം സാധ്യമാവില്ല എന്നതാണ്. ഇത് തികച്ചും പോളയായ ഒരു വാദമുഖമാണ് എന്ന് നമുക്ക് കൃത്യമായി കാണാൻ കഴിയും. എങ്ങനെ കാണാൻ കഴിയും? ഇന്ത്യയിലെ ക്രിമിനൽ നിയമം ഉൾപ്പെടെയുള്ള, ഭരണഘടനാ നിയമം ഉൾപ്പെടെയുള്ള എല്ലാ നിയമങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി സൂക്ഷ്മമായി ആഴത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ഒരു 90-95% നിയമങ്ങളും എല്ലാവർക്കും ബാധകമാകുന്നതാണെന്ന് കാണാൻ കഴിയും. ചെറിയ ചില പരിമിതികൾ ചിലപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭരണഘടന നൽകുന്ന വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലാണ്, വേർതിരിവുകളുടെ അടിസ്ഥാനത്തിലാണ്. ഉദാഹരണത്തിന് 370 അനുച്ഛേദത്തിന്റെ അടിസ്ഥാനത്തിൽ ജമ്മു ആൻഡ് കാശ്മീരിന് നൽകുന്ന പ്രത്യേക പരിഗണന, അതല്ലെങ്കിൽ 372 അനുച്ഛേദത്തിന്റെ അടിസ്ഥാനത്തിൽ ആസാമിനോ നാഗാലാൻഡിനോ നൽകുന്ന പ്രത്യേകമായ പരിഗണന, സവിശേഷമായ പരിഗണന, അതല്ലെങ്കിൽ ഗോവയുമായി, പോർച്ചുഗീസുകാരുമായി ഇന്ത്യൻ യൂണിയനിലേക്ക് ഗോവയെ ഉൾച്ചേർക്കുന്ന ഘട്ടത്തിൽ രൂപപ്പെടുത്തിയ കഥനന്റെ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ അവിടെ നിലവിലുണ്ടായിരുന്ന വ്യക്തി നിയമങ്ങൾ മാറ്റം കൂടാതെ പാലിക്കപ്പെടുന്നതിനുള്ള അവസരം ഇന്ത്യയിൽ രൂപപ്പെടുത്തിക്കൊള്ളാം, അനുവദിച്ചുകൊള്ളാം എന്ന ഇന്ത്യ ഗവൺമെന്റിന്റെ കവനന്റിലെ വ്യവസ്ഥ, മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിലെ വ്യവസ്ഥ, അത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള അനുശാസനങ്ങളുടെയോ വ്യവസ്ഥകളുടെയോ അല്ലെങ്കിൽ മാനദണ്ഡങ്ങളുടെയോ അടിസ്ഥാനത്തിലാണ് എന്തെങ്കിലും അല്പമാത്രമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് നിലനിൽക്കുന്നത്. അതല്ലാതെ എല്ലാ നിയമങ്ങളും നിങ്ങൾ പരിശോധിച്ചോളൂ. അങ്ങനെ സംശയമുണ്ടെങ്കിൽ, തർക്കമുണ്ടെങ്കിൽ നമുക്കത് പരിശോധിച്ച് തന്നെ പരിഹരിക്കാം. ഇന്ത്യയിലെ എല്ലാവർക്കും ബാധകമാകുന്ന തരത്തിലാണ്. എന്നാൽ വ്യക്തി നിയമങ്ങൾ എന്ന മേഖലയിലേക്ക് വരുമ്പോൾ മാത്രം നമ്മൾ ഈ കാലം അത്രയും അത് ഈ തരത്തിൽ മത അടിസ്ഥാനത്തിൽ, ജാതി അടിസ്ഥാനത്തിൽ നിലനിർത്തുന്നതിന് ബോധപൂർവമായോ അബോധപൂർവമായോ ഉള്ള പരിശ്രമം തുടർന്നു വരുന്നു എന്നുള്ളതാണ്. ഇതാണ് അക്കാര്യത്തിൽ എൻ്റെ വിശദീകരണം. ഈ തരത്തിലുള്ള ഒരു തുടർച്ച നമ്മൾ ഇനിയും കൊണ്ടുപോകേണ്ടതുണ്ടോ, അല്ലെങ്കിൽ എത്ര കാലം വരെ നമുക്ക് കൊണ്ടുപോകാം എന്നതിനെ സംബന്ധിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം ഇതിന്റെ ഭാഗമായിട്ട് വരുന്നത് തടസ്സവാദം എന്നാൽ ഇത് ഏതാനും ചില മതങ്ങൾക്ക് അല്ലെങ്കിൽ വിഭാഗങ്ങൾക്ക് എതിരായി വരുന്നതാണ് എന്നതാണ്. പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ അല്ലെങ്കിൽ അതുപോലെയുള്ള വിഭാഗങ്ങൾ. അതുകൊണ്ട് അത് ന്യായീകരിക്കാവുന്നതല്ല. ഭൂരിപക്ഷ സമൂഹം അല്ലെങ്കിൽ സമുദായം, മതം ന്യൂനപക്ഷ സമൂഹങ്ങൾക്ക് അല്ലെങ്കിൽ വിഭാഗങ്ങൾക്കെതിരെ അവർക്ക് മേൽ നടത്തുന്ന അധിനിവേശപരമായ ഒരു നിയമനിർമ്മാണമാണ് എന്ന തടസ്സവാദമാണ്. അങ്ങനെയാണോ എന്ന് നമുക്ക് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. എങ്ങനെയാണ് ആ തരത്തിൽ നമുക്ക് പറയാൻ കഴിയുക? അങ്ങനെയാണെങ്കിൽ ഈ ന്യൂനപക്ഷ വിഭാഗത്തിൽ വരുന്ന എല്ലാവർക്കും ഗുണപരമായിട്ടുള്ള വ്യവസ്ഥകളും നിയമങ്ങളും സംവിധാനങ്ങളും ഒക്കെ അവിടെ തന്നെ നിലനിൽക്കേണ്ടതല്ലേ? അതിപ്പോ ഉണ്ടോ? ഇപ്പൊ സ്വത്തിന്റെ കാര്യത്തിൽ നമ്മൾ എടുത്താൽ ഓരോ വിഭാഗത്തിനും 15ാമത്തെ ഡിഗ്രി 13ാമത്തെ ഡിഗ്രി വരെയുള്ള ഡിസ്റ്റന്റ് റിലേറ്റീവ്സിന് വരെയും സ്വത്ത് നൽകുന്ന ദായക്രമ വ്യവസ്ഥ ഉള്ളതാണ് മുസ്ലിം നിയമം, ശരീഅത്ത് നിയമം. പക്ഷെ അതിൽ തുല്യത എന്ന് പറയുന്നതുണ്ടോ? ഇല്ല. ഒരു രാജ്യത്ത് തന്നെ ജീവിക്കുന്ന വ്യത്യസ്ത വിഭാഗം ആളുകൾ വരുന്നവർക്കിടയിൽ രണ്ട് പൗരർക്കിടയിൽ ഇത്തരത്തിൽ വ്യത്യസ്തത, വിവേകത നിലനിൽക്കുന്നു എന്ന് പറയുന്നത് എത്ര കണ്ട് ആശാസ്യമാണ്. അത് ഭൗതിക സ്വത്തിനെ സംബന്ധിച്ചിടത്തോളം എത്ര കണ്ട് നിലനിൽക്കത്തക്കതാണ്.
അതാണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ ആ തരത്തിലുള്ള സംഗതി വളരെ ഗൗരവകരമായി കാണേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു വിഭാഗത്തിന് എതിരായിട്ടാണോ എന്നത് നമ്മൾ വളരെ ഗൗരവമായി പരിശോധിക്കപ്പെടേണ്ടതാണ്. അങ്ങനെ പറയാൻ ശ്രമിക്കുന്നത് അവർക്കിടയിലെ നിലനിൽക്കുന്ന ഒട്ടേറെ ഘടകങ്ങളെ ആശ്രയിച്ചാണ്. ആ ഘടകങ്ങൾ പെട്ടെന്ന് ഞാൻ പറയാം. അറിവില്ലായ്മ ഒന്ന്, അവർക്കിടയിൽ വലിയ തോതിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇപ്പോഴും കഴിയുന്നുണ്ട്. 2, അടിച്ചമർത്തൽ, അവർക്ക് മേൽ നിലനിൽക്കുന്ന മേധാപരമായിട്ടുള്ള പുരുഷ മേധാപരമായിട്ടുള്ളത് ഉൾപ്പെടെയുള്ള അടിച്ചമർത്തൽ. 3, സംഘടിത മതത്തിന്റെ അധീശത്വം, അവരുടെ മേൽ നിലനിൽക്കുന്ന സംഘടിത മതത്തിന്റെ അധീശത്വം ഇപ്പോഴും അത് തുടർന്നു കൊണ്ടുപോകാൻ അവരെ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ്. 4, അനുവദനീയമാണ് ഇത് എന്നുള്ള വാദം. അനുവദനീയമാണ്, അനുവദിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ബദൽ വാദം ഉയർത്തേണ്ട കാര്യമില്ലല്ലോ. ഇത് തെറ്റാണെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ, വിമർശിക്കാൻ നമുക്ക് കഴിയും, നിരാകരിക്കേണ്ടതാണെന്ന് പറയാൻ കഴിയും, അല്ലെങ്കിൽ മാറ്റിവെക്കപ്പെടേണ്ടതാണെന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. അവിടെ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്, പിന്നെന്താ നിങ്ങൾക്ക് ഛേദം? ഇപ്പോൾ പിന്നെ ഡിവോഴ്സിനെ സംബന്ധിച്ചുള്ള ചർച്ച വരുന്ന അങ്ങനെയാണ്. തലാക്ക് പിന്നെ മുസ്ലിം പുരുഷന്റെ അവകാശമാണ് എന്ന് അനുവദിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു തലാക്ക് എന്നതിനേക്കാൾ അല്ലെങ്കിൽ വ്യത്യസ്തമാണ് മുത്തലാക്ക് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇപ്പൊ ഈ നമ്മുടെ ദേശീയ നിയമ കമ്മീഷന്റെ ചോദ്യാവലിയിൽ മുത്തലാക്ക് സ്ഥാപിക്കപ്പെടാവുന്നതാണോ അല്ലയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു തലാക്ക് എന്നത് തന്നെ എത്ര കണ്ട് സ്ഥാപിക്കപ്പെടാവുന്നതാണ്, വ്യവസ്ഥാപിതമാണ് എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടത്. അത് സ്ത്രീക്കും പുരുഷനും ഒരുപോലെയാണ്, ഏകോപിതമാണ്. പുരുഷന് അതിൽ കൂടുതൽ സാധ്യതയുണ്ടോ? സ്ത്രീക്ക് കുറഞ്ഞ സാധ്യതയുള്ളോ? സ്വത്തിന്റെ കാര്യം വരുമ്പോൾ പുരുഷന് കൊടുക്കുന്ന സ്വത്തിനേക്കാൾ കുറഞ്ഞ ഒരു അവകാശമാണോ സ്ത്രീക്ക് അനുവദനീയമായിട്ടുള്ളത്? അങ്ങനെയാണെങ്കിൽ അത് ഏത് തരത്തിലാണ് നമുക്ക് സമീകരിക്കാൻ കഴിയുക? ഇത് മുസ്ലിമുകൾക്ക് മാത്രം വിരുദ്ധമായിട്ടുള്ളതാണ് എന്ന് പറയുന്നത് എങ്ങനെ? ക്രിസ്ത്യാനികൾക്കിടയിലെ ഒരു സമൂഹത്തിൽ നിന്ന് വന്നതാണല്ലോ മേജർ റോയി കേസ്, ഇല്ലേ? ഈ ഷാബാനി കേസ് ചർച്ച ചെയ്യുന്ന കാലയളവിൽ തന്നെ വന്നതാണ് ആ കേസ്. 1976, 80, 83, 86 കാലയളവിൽ നടന്ന സുപ്രീം കോടതി വരെ പോയ വ്യവഹാരമാണ്. കേരളത്തിലെ മധ്യതിരുവിതാംകൂറിൽ നിന്ന് വന്ന നാനായ സമുദായത്തിൽപ്പെട്ട ഒരു കുടുംബത്തിലെ ഒരു പെൺകുട്ടി, അല്ലെങ്കിൽ അന്ന് ഒരു മുതിർന്ന സ്ത്രീ നൽകിയ ഒരു വ്യവഹാരം. അവർക്ക് ആ കുടുംബത്തിലെ പുരുഷന് അല്ലെങ്കിൽ ആൺ സന്തതികൾക്ക് തുല്യമായിട്ടുള്ള സ്വത്തവകാശം ലഭ്യമാക്കേണ്ടതുണ്ട്. 1956 നവംബർ മാസം 1 കേരള സംസ്ഥാനം നിലവിൽ വന്നതിന് ശേഷം ഇത്തരത്തിലുള്ള വിവേചനം നടത്തുന്നത് ശരിയല്ല. എല്ലാവർക്കും തുല്യമായിട്ടുള്ള സ്വത്തവകാശമാണ് ഉണ്ടാവേണ്ടത്. ഇന്ത്യൻ സക്സഷൻ ആക്ട് ആണ് അവർക്കും ബാധകമാവേണ്ടത് എന്ന വാദമുഖമാണ് അവർ ഉയർത്തിയത്. അത് കീഴ്കോടതിയിൽ, സബ് കോടതിയിൽ തുടങ്ങി സുപ്രീം കോടതി വരെ എത്തി. 86 സുപ്രീം കോടതി അതിന്റെ വിധി പ്രസ്താവന നടത്തുമ്പോൾ എന്തായിരുന്നു സ്ഥിതി? 5000 രൂപ അല്ലെങ്കിൽ പുരുഷന് കൊടുക്കുന്ന സ്വത്തിന്റെ 1/3, രണ്ടിലേതാണോ കുറവ് അത് ആർക്ക് അർഹമാണ്? സ്ത്രീക്ക് എന്നത്. 2004 വരെ ഈ സുപ്രീം കോടതി വിധി നടപ്പാക്കുന്നത് മാറ്റിവെക്കാനുള്ള നിയമനിർമ്മാണ നിർദ്ദേശം കേരള സംസ്ഥാന അസംബ്ലിയിൽ നടന്നു. ഇപ്പോഴും അതിന് എക്സിക്യൂഷൻ പെറ്റീഷൻ കൊടുക്കുന്നത് 2009. 2013 മാത്രമാണ് ആ എക്സിക്യൂഷൻ പെറ്റീഷൻ വിധിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞു. അപ്പോൾ അത് ഞാൻ എൻ്റെ സൂചന നൽകി എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ക്രിസ്ത്യാനികളുടെ മേഖല ശരി, നിങ്ങൾ പറയുന്ന ഹിന്ദു നിയമം വളരെ പ്രാധാന്യമുള്ളതാണ്, എല്ലാവർക്കും വളരെ ഗൗരവമായ സമീകരണം നൽകിയിട്ടുണ്ട്, സമത്വം നൽകിയിട്ടുണ്ട് എന്നിരിക്കട്ടെ. ഹിന്ദു നിയമം അനുസരിച്ച്, ഗാർഡിയൻ ആൻഡ് വാർഡ്സ് ആക്ട് അനുസരിച്ച് ഈ പറയുന്ന ഹിന്ദു കോഡ് ബില്ലിലെ ഒരെണ്ണമാണല്ലോ അത്, ഇല്ലേ? ഹിന്ദു സ്ത്രീയുടെ രക്ഷകർത്തൃത്വ അവകാശം എങ്ങനെയാണ് പരിശോധിച്ചിട്ടുണ്ടോ? 2 സന്ദർഭങ്ങളിലാണ് ഹിന്ദു സ്ത്രീക്ക് രക്ഷകർത്തൃത്വം അവകാശപ്പെടാൻ കഴിയുക തന്റെ കുട്ടിയുടെ മേൽ, മൈനർ ചൈൽഡിന്റെ മേൽ. ഏതൊക്കെ സന്ദർഭങ്ങളിലാണ്? കേട്ട അവഹേളനം തോന്നും നമുക്ക്. നമ്മുടെ രാജ്യത്തെ ഹിന്ദു വല്ലാതെ അഭിമാനിക്കുന്ന ഹിന്ദു സ്ത്രീയുടെ സ്ഥിതി ഇതാണല്ലോ എന്ന് ഓർത്ത് ഈ 2017 നമ്മൾ ലജ്ജിക്കേണ്ടി വരും. 2 സന്ദർഭങ്ങളിൽ ഇന്ത്യൻ സുപ്രീം കോടതി വരെ കേസ് നടത്തിയിട്ട് അത് മറികടക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏതൊക്കെയാ 2 സന്ദർഭങ്ങൾ എന്നറിയാം? 1, അച്ഛൻ ഇല്ലാതിരിക്കുന്ന സന്ദർഭത്തിൽ. 2, അച്ഛൻ ആര് എന്ന് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ. അത്തരം ഒരവസ്ഥയിലാണ് ഹിന്ദു സ്ത്രീയുടെ സ്ത്രീത്വം എന്ന് പറയുന്ന അവസ്ഥ ഇപ്പോഴും തുടരുകയാണ്. എന്ത് പറയുന്നു നിങ്ങൾ? ഈ ഇന്ത്യയിലെ ഈ പറയുന്ന നിയമങ്ങൾ എല്ലാവർക്കും സമീകൃതമാണ് എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? വസ്തുതയുണ്ടോ? ശരിമയുണ്ടോ? ഇല്ല എന്നുള്ളതാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. അതിന്റെ ചർച്ചകൾ നിങ്ങൾക്ക് കൂടുതൽ ഗൗരവത്തോടെ നടത്താവുന്നതാണ്. ഞാൻ അവിടെ അവസാനിക്കും. ഏതെങ്കിലും ഒരു മതസമൂഹത്തിന് വിരുദ്ധമാണ് ഈ നിർദ്ദേശം എന്ന് പറയുന്നത് ന്യായീകരിക്കാവുന്നതല്ല.
മറിച്ച് അതിനകത്ത് ഏതെങ്കിലും പോരായ്മ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും പ്രത്യേകമായി അപകടം ചെയ്യുന്നുണ്ടെങ്കിൽ അത് പരിശോധിച്ചിട്ട് നമുക്ക് പരിഹരിക്കാവുന്ന, നിർദ്ദേശിക്കാവുന്നതാണ്. ആ പരിഹാരങ്ങൾ ഉൾക്കൊള്ളിച്ച് അതിനെ കൃത്യതയുള്ളതാക്കാവുന്നതാണ് എന്ന് പറഞ്ഞാൽ അത് കുറെ കൂടി ഗുണപരമായ ഒരു സമീപനമായി, പ്രായോഗികമായ ഒരു സമീപനമായി നമുക്കതിനെ കാണാൻ, ക്രിയാത്മകമായ സമീപനമായിട്ട് കാണാൻ കഴിയും എന്നുള്ളതാണ്. മറ്റൊന്ന്, സ്ത്രീ വിരുദ്ധത. ഇതിനകത്ത് സ്ത്രീകൾക്ക് ഉള്ള ഒത്തിരി ഘടകങ്ങൾ വല്ലാതെ നഷ്ടപ്പെട്ടു പോകുന്നു. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു പോകും എന്നുള്ള അവസ്ഥ, അത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതിനേക്കാൾ കൂടിയ ഒരു വാദം വരുന്നത്, വല്ലാതെ നിങ്ങൾ ഇതിനെ പ്രചരിപ്പിക്കുന്നത് എന്തിനാ? ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കഴിയുന്ന സമൂഹത്തിലെ സ്ത്രീകൾ തന്നെ ആവശ്യപ്പെടട്ടെ ഞങ്ങൾക്കിത് വേണം എന്ന്. അപ്പോഴാണ് വരുന്നത്, ഞങ്ങൾ കാത്തിരിക്കാം, എന്നെങ്കിലും ഇത് വരുമെന്ന് ഞങ്ങൾ ഇത് ഉപയോഗിച്ചോളാം. അല്ലെങ്കിൽ ആ സമൂഹത്തിനിടയിൽ നിന്ന് തന്നെ ഇത് സംബന്ധിച്ച് ആവശ്യം ഉയർന്നു വരുമ്പോൾ അതിനനുസരിച്ച് നിയമം ഉണ്ടാക്കി അന്നേരം ബാധകമാക്കി അപ്പോൾ ഞങ്ങൾ ഇത് പ്രാബല്യത്തിലെടുത്തുകൊള്ളാം, അതിന് ഗുണഫലം അനുഭവിച്ചുകൊള്ളാം എന്ന് പറയുന്ന സ്ഥിതി. ഇതും എത്ര കണ്ട് ആശാസ്യമാണ് എന്നുള്ളത് നിങ്ങൾ പരിശോധിച്ചുകൊള്ളുക. എങ്ങനെയാണ് ആ സമൂഹത്തിൽ ഇത് അനുഭവിക്കുന്ന സ്ത്രീത്വത്തിൽ നിന്ന് വല്ലാതെ വിട്ടുവീഴ്ച ചെയ്യപ്പെടുന്ന, ഇരകളാക്കി മാറ്റപ്പെടുന്നവർക്കിടയിൽ നിന്ന് ഇത്തരത്തിലുള്ള ആവശ്യം ഉയർന്നു വരിക? ആ സമൂഹങ്ങൾ നിൽക്കട്ടെ, വളരെ ദുർബലരോ അല്ലെങ്കിൽ സംഘടിതരല്ലാത്ത അസംഘടിതരോ ആയിട്ടുള്ള സമൂഹങ്ങൾ നിൽക്കട്ടെ. സംഘടിതരെന്നും വളരെ വിദ്യാസമ്പന്നരെന്നും വളരെ ഉയർന്ന ബൗദ്ധിക നിലവാരത്തിൽ എത്തിയവരെന്നും കരുതുന്ന സ്ത്രീത്വത്തിൽ നിന്ന്, ഹിന്ദു സ്ത്രീത്വത്തിൽ നിന്ന് കുഞ്ഞുങ്ങളുടെ രക്ഷകർത്തൃത്വത്തിനെ സംബന്ധിച്ച വാദത്തിൽ ഇത് ഉയർന്നു വന്നിട്ടുണ്ട്. ക്രിസ്ത്യാനിറ്റി ഏറ്റവും കൂടുതൽ അഭ്യസ്തവിദ്യരെന്നും സംഘടിതരെന്നും വ്യവസ്ഥാപിതരെന്നും വിളിക്കപ്പെടുന്ന ക്രിസ്തീയ സമൂഹത്തിൽ നിന്ന് ഈ 2017 ജനുവരി മാസം 11-ാം തീയതി പോലും ഒരു വിധി സുപ്രീം കോടതിക്ക് കൊടുക്കേണ്ടി വന്നു. എന്തിനെ സംബന്ധിച്ച്? ക്രിസ്തീയ സമുദായ കോടതി നൽകുന്ന വിവാഹമോചന തീരുമാനത്തിന് സാധുതയുണ്ടോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച്. സാധുതയില്ല, മറിച്ച് ഇന്ത്യയിലെ വ്യക്തി നിയമങ്ങൾ അനുശാസിക്കുന്ന, ഡിവോഴ്സ് ആക്ട് അനുശാസിക്കുന്ന വിവാഹമോചന തീരുമാനത്തിന് മാത്രമേ സാധുതയുള്ളൂ എന്ന് ആവർത്തിച്ച് പറയേണ്ടുന്ന സാഹചര്യം. അതിനെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ഒരു വാദമുഖം ഉയർന്നു വരുന്നുണ്ടോ? ഇല്ലല്ലോ. അതാണ് ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ന്യായാന്യായങ്ങൾ അങ്ങനെ നിങ്ങൾ പരിശോധിച്ചു പോകണം എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് പരാമർശിക്കാൻ. ശരി, ഏറ്റവും ഒടുവിൽ പറയുന്നത് എന്താണ്? നമ്മൾ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നിയമനിർമ്മാണത്തിലൂടെ അല്ല മാറ്റങ്ങൾ വരുത്തേണ്ടത്, സമൂഹത്തിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് നിയമം സഞ്ചരിച്ചാൽ മതി എന്നാണ്. ഇത് വളരെ കൃത്യമായി നിരാകരിക്കപ്പെട്ടിട്ടുള്ള ഒരു നീതിശാസ്ത്ര പരികല്പനയാണ്, അല്ലെങ്കിൽ വാദമുഖമാണ്. സമൂഹവും നിയമവും പരസ്പരം സ്വാധീനിക്കുന്ന സാമൂഹ്യ മാറ്റങ്ങൾക്ക് പ്രേരകമായ ഘടകമായി, ഉപാധിയായി നിയമത്തിനെ വിനിയോഗിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ സമൂഹത്തിൽ വരുന്ന മാറ്റങ്ങളുടെ ഗുണഭോക്താവായും നിയമം മാറേണ്ടതുണ്ട്. രണ്ടും പരസ്പര സഹായകമായോ അല്ലെങ്കിൽ പരസ്പര ബന്ധിതമായോ അനുവർത്തിക്കേണ്ടുന്ന ഘടകങ്ങളാണ്. ഞാനൊരു ചെറിയ ഉദാഹരണം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. 2006 വിവാഹ പ്രായം സംബന്ധിച്ച് ഒരു തർക്കം ഉയർന്നു വന്നത് ഇല്ലേ? 16 വയസ്സ് കഴിഞ്ഞ കുട്ടികൾ, 18 വയസ്സ് പൂർത്തിയാകാത്ത കുട്ടികൾക്ക് വിവാഹം നിർവഹിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ വിവാഹത്തിന് സാധുത നൽകേണ്ടതുണ്ടോ എന്ന സംശയം ഉന്നയിക്കപ്പെടുകയും ഇക്കാര്യത്തെ സംബന്ധിച്ച് ഒരുതരം സ്റ്റേക്കുമില്ലാത്ത കില എന്ന് പറയുന്ന സ്ഥാപനം അതിനൊരു വിശദീകരണം നൽകുകയും ആ വിശദീകരണം ഒരു സർക്കുലറായി പുറത്തു വരികയും ആ സർക്കുലർ ഗവൺമെന്റിന്റെ ഗസറ്റിൽ വിജ്ഞാപനമായി വരികയും ആ വിജ്ഞാപനം വലിയ തോതിലുള്ള തർക്കങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തപ്പോൾ കേരളത്തിൽ സംജാതമായ സാഹചര്യം നിങ്ങൾ കണ്ടതാണ്. എന്തൊരു വിവാദ കോലാഹലമായിരുന്നു ആ സമയത്ത്. പക്ഷെ ആരും അന്ന് ഒരു നിയമത്തെ സംബന്ധിച്ച് ദേശീയ പാർലമെന്റ് രൂപപ്പെടുത്തി 2006 നിർദ്ദേശിച്ച ചൈൽഡ് മാരേജ് പ്രൊഹിബിഷൻ ആക്ട് എന്ന്, ചൈൽഡ് മാരേജ് റെസ്ട്രെയിന്റ് ആക്ട് ആയിരുന്നു മുമ്പുണ്ടായിരുന്നത്. അത് പ്രൊഹിബിഷനാക്കി മാറ്റിക്കൊണ്ട്, കർക്കശമായ വ്യവസ്ഥയാക്കി മാറ്റിക്കൊണ്ട് 2006 നിർദ്ദേശിക്കപ്പെട്ട ഒരു നിയമം. ചൈൽഡ് എന്ന് വിളിക്കപ്പെടുന്ന നിർവചനത്തിൽ വരുന്നത് 18 വയസ്സ് പൂർത്തിയാകാത്ത ആളുകളാണ്. എന്ന് പറഞ്ഞാൽ 18 വയസ്സ് വരെ അവരെ ഏത് ഗണത്തിലാണ് പെടുത്തേണ്ടത്? ചിൽഡ്രൻ അല്ലെങ്കിൽ മൈനർ എന്ന ഗണത്തിലാണ് പെടുത്തേണ്ടത്. അതേസമയം ഇന്ത്യയിലെ വിവാഹ നിയമം പറയുന്ന ഒരു പ്രായപരിധിയും കൂടി നിങ്ങൾ കണ്ടുകൊള്ളണം. പെൺകുട്ടികൾക്ക് 18 വയസ്സും ആൺകുട്ടികൾക്ക് 21 വയസ്സും എന്നുള്ള വ്യത്യാസം. അതും നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. അങ്ങനെ ഒരു വേർതിരിത്യം വേണം, എന്തുകൊണ്ട് വേണം? എന്നാൽ പെൺകുട്ടികൾക്ക് കൂടി 21ലേക്ക് ഉയർത്തിയാൽ പോരെ?
ജൈവശാസ്ത്രപരമായ ഒരു തത്വ അക്കാര്യത്തിൽ ഉന്നയിക്കപ്പെടുന്നുണ്ട്. ആൺകുട്ടികൾക്ക് പ്രായമാണ് ഈ തരത്തിലുള്ള പ്രായപൂർത്തിയാകുന്നത് 21 വയസ്സ് എത്തുമ്പോഴേക്കായിരിക്കും. എന്നാൽ പെൺകുട്ടികൾക്ക് കുറച്ചും കൂടി നേരത്തെ അത്തരത്തിലുള്ള പ്രായപൂർത്തീകരണം നടക്കുന്നു എന്നുള്ളതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് കുറച്ചും കൂടി മെച്ചപ്പെട്ട ഒരു സാധ്യത കൊണ്ടുവരാൻ കഴിയുന്ന പെൺകുട്ടികൾക്കും കൂടി ഉയർത്തി നിശ്ചയിച്ചാൽ പോരെ. പക്ഷേ അങ്ങനെ ഉയർത്തി നിശ്ചയിക്കുന്നതിന് പകരം ഈ 2006 പ്രായപരിധി നിയമത്തെ സംബന്ധിച്ച് വന്ന വിവാദ കോലാഹലം എന്ന് പറയുന്നത് അത് താഴ്ത്തണം എന്നുള്ളതായിരുന്നു. ഏതെല്ലാം ആളുകളാണ് ആ തരത്തിലുള്ള ജസ്റ്റിസ് വർമ്മ കമ്മീഷന്റെ മുമ്പാകെ പോലും ആ വാദം ഉന്നയിക്കപ്പെട്ടു എന്നുള്ളത് നിങ്ങൾ മറന്നുപോകരുത്. അതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അപ്പൊ വളരെ ഗൗരവകരമായ ഒരു ചർച്ച ആ മേഖലയിൽ. അപ്പൊ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൽ പെടുന്നവർക്കെതിരാണെന്നതിനോ അല്ലെങ്കിൽ ആ വിഭാഗത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇത് സംബന്ധിച്ചുള്ള ആവശ്യവുമായി വരട്ടെ, അപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം. ആ ആവശ്യത്തിന്റെ പ്രതികരണം എന്ന നിലയിൽ നിയമനിർമ്മാണത്തിലേക്ക് പോകാം. അങ്ങനെ ഉയർന്നു വരുന്ന ഒരു സാമൂഹ്യ അനിവാര്യതയുടെ ഘട്ടത്തിൽ നമുക്ക് നിയമനിർമ്മാണത്തിലേക്ക് പോകാം എന്ന് പറയുന്നതും അർത്ഥശൂന്യമാണ് എന്ന ഒരു വിശദീകരണത്തിലാണ് ഞാൻ ഈ ഉദാഹരണങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അതുകൂടി ശ്രദ്ധയിൽ കൊണ്ടുവന്നുകൊണ്ട് ഞാൻ അടുത്തൊരു ഘടകം കൂടി നിങ്ങളുടെ പരിഗണനയിലേക്ക് കൊണ്ടുവരാം. നോക്കൂ, നമ്മൾ കണ്ടത് ഇത്തരത്തിലുള്ള നിയമനിർദ്ദേശങ്ങളുടെയൊക്കെ സാധുത പരിശോധിച്ചുകൊണ്ട് ദേശീയ നിയമ കമ്മീഷൻ തന്നെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ, സുപ്രീം കോടതിയുടെ തന്നെ പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ വിവാഹ രജിസ്ട്രേഷൻ സംബന്ധിച്ച് ഒരു പൊതു നിർദ്ദേശം വന്നു. 2008 ആണ് ആ ചട്ടം വന്നത്. അത് നിയമമായിട്ടല്ല, ചട്ടമായിട്ടാണ്. ഒരു മോഡൽ റൂളാണ് അന്ന് ദേശീയ ഗവൺമെന്റ് നിർദ്ദേശിച്ചത്. പക്ഷെ ആ മോഡൽ റൂൾ അനുസരിച്ചുള്ള വ്യവസ്ഥകൾ സംസ്ഥാനങ്ങൾ നടപ്പാക്കണം എന്നാണ് നിർദ്ദേശിച്ചത്. കേരളത്തിൽ അത് നടപ്പാക്കിയത് പ്രാബല്യത്തിൽ വന്ന് 2011 സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്കറിയാം കേരളം അതിനെ വികലമാക്കിയാണ് നടപ്പാക്കിയത് എന്നുള്ളത്. ഈ പൊതുവിവാഹ രജിസ്ട്രേഷൻ നിയമം വന്നത് ഏത് വിഭാഗത്തിൽ വരുന്ന ആളുകൾക്ക്, ഏത് മതത്തിലോ ജാതിയിലോ സമൂഹത്തിലോ സമുദായത്തിലോ പെടുന്ന ആളുകൾക്കും അവർ ഇന്ത്യൻ വിവാഹ നിയമം അനുശാസിക്കുന്ന യോഗ്യതകളുള്ളവരാണെങ്കിൽ, അയോഗ്യതകൾ ബാധകമാകാത്തവരാണെങ്കിൽ അവർക്ക് ഇരുകൂട്ടർക്കും സമ്മതമുള്ള ഒരു വിവാഹത്തിൽ, ആ സമ്മതം നിർബന്ധത്തിന്റെയോ അല്ലെങ്കിൽ വഞ്ചനയുടെയോ അല്ലെങ്കിൽ പ്രേരണയുടെയോ ഭീഷണിയുടെയോ ഒന്നും അടിസ്ഥാനത്തിൽ ആവരുതെന്ന് മാത്രമേ ഉള്ളൂ. സ്വതന്ത്രമായി സ്വമേധയാ നൽകുന്ന സമ്മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിവാഹ കർമ്മത്തിൽ ഏർപ്പെടാനും വിവാഹബന്ധം പരിപാലിക്കാനും അത് തുടരാനും ആ തരത്തിലുള്ള വിവാഹത്തിൽ ഏർപ്പെടുന്ന പക്ഷം അത് രജിസ്റ്റർ ചെയ്ത് നിയമവിധേയമാക്കുന്നതിനുമുള്ള അനുമതി നൽകുന്ന ചട്ടമായിരുന്നു. കേരളത്തിൽ അത് 2011 വരെ ഈ മൗലികവാദികളുടെ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ നീട്ടിവെക്കപ്പെട്ടു. 2011 നടപ്പാക്കപ്പെട്ടപ്പോൾ അതിൽ ഒരു നമ്മളാരും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു വ്യവസ്ഥ ഉൾച്ചേർക്കപ്പെട്ടു. ആ നോട്ടിഫിക്കേഷനിൽ കേരള ഗസറ്റിൽ അത് വിജ്ഞാപനം ചെയ്തപ്പോൾ ആ കൂട്ടിച്ചേർക്കൽ എന്ന് പറയുന്നത് ഈ ദമ്പതികളിൽ ആരുടെയെങ്കിലും മത അടിസ്ഥാനത്തിൽ ആചാരപ്രകാരം വിവാഹം നടന്നതായി ബോധ്യപ്പെടുന്ന പക്ഷം അത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നതിന് കഴിയും എന്നാണ്. എന്ത് സംഭവിച്ചു? നമ്മുടെ പല വിവാഹ രജിസ്ട്രാർമാരും ഇപ്പോൾ ഇങ്ങനെയുള്ള രജിസ്ട്രേഷന് വേണ്ടി വരുന്നവരോട് ആവശ്യപ്പെടുന്നത് നിങ്ങൾ വിവാഹം ഈ പറഞ്ഞ തരത്തിൽ നടത്തിയതിനുള്ള തെളിവുമായിട്ട് വരിക എന്നാണ്. എന്ന് പറഞ്ഞാൽ പ്രായോഗികമായി നമ്മൾ ഉദ്ദേശിച്ച ഈ പൊതുവിവാഹ രജിസ്ട്രേഷൻ ചട്ടത്തിന്റെ പ്രസക്തി തന്നെ ആക്കുന്ന തരത്തിലേക്ക് അതിന്റെ പ്രയോഗം മാറി എന്നുള്ളതാണ്. പ്രയോഗത്തിൽ വന്നപ്പോൾ ഈ തരത്തിലേക്ക് പരിണമിച്ചു എന്നുള്ളതാണ്. ഇതാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത്. എങ്ങനെയാണ് ഈ തരത്തിലുള്ള മാറ്റങ്ങൾ വരുന്നത്? അപ്പോൾ സ്വാഭാവികമായും ഈ ചർച്ച മറ്റൊട്ടേറെ ഘടകങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന അതീവ ഗുരുതരമായ മതസ്വാധീനത്തിന്റെ, മതശക്തികളുടെ അധീശത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചർച്ചകൾ ഇപ്പോഴും തുറന്നു പോകുന്നത് എന്നുള്ളതാണ്. ഒരു കാര്യം കൂടി ഇതിന്റെ ചർച്ചകളിൽ ഉയർന്നു വരുന്നുണ്ട്. പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള, അത് നിങ്ങൾക്ക് പരിശോധിക്കാം. കാലാകാലങ്ങളിൽ എപ്പോഴൊക്കെയാണ് ഇത്തരം ചർച്ചകൾ ഉയർന്നു വന്നിട്ടുള്ളത്. അങ്ങനെ പരിശോധിക്കുമ്പോൾ, ചർച്ച ചെയ്യുമ്പോൾ ഇതിൽ ആരാണ് മെച്ചം, ഏത് രാഷ്ട്രീയ കക്ഷിയാണ് ഇതിനകത്ത് മോശവും മെച്ചവും? ഇപ്പൊ മോദിയുടെ അല്ലെ അദ്ദേഹത്തിന്റെ ഭരണ നേതൃത്വത്തിന്റെ അടിസ്ഥാനത്തിൽ വരുന്നു എന്നുള്ളതുകൊണ്ട് സൂക്ഷിച്ചു, സംശയിച്ചു എന്നൊക്കെ നമ്മളോട് പറയാം, ആശങ്കപ്പെട്ടു എന്നൊക്കെ പറയാം. ശരി, അങ്ങനെ ആയിരുന്നെങ്കിൽ മുമ്പ് ഭരിച്ചിരുന്നവരുടെ സ്ഥിതി എന്തായിരുന്നു? ഷാബാനു കേസിന്റെ വിധി വന്നു. ആ കേസ് ഏതെങ്കിലും വ്യക്തി നിയമത്തിന്റെ അടിസ്ഥാനത്തിലല്ല വന്നതെന്നും സൂക്ഷിച്ചു കൊള്ളണം. CRPC 125 അടിസ്ഥാനത്തിലാണ് ആ മെയിൻ്റനൻസ് ഹർജി പോയത്. മെയിൻ്റനൻസ് ഹർജിയുടെ അടിസ്ഥാനത്തിൽ വിധിയും വന്നു.
CRPC 125 എന്ന് പറയുന്നത് എല്ലാവർക്കും ബാധകമാണ്. അത് പരിത്യക്ത മുസ്ലിം വനിതയും ഉൾക്കൊള്ളുന്നു. അവർക്ക് ഈ പറഞ്ഞത് കൊടുക്കേണ്ടതുണ്ട്. ജീവനാംശം, അർഹതപ്പെട്ട 29 രൂപയാണ് ആദ്യം അവർക്ക് കൊടുത്ത ജീവനാംശം. അത് 179 രൂപയാക്കി പിന്നീട് വർദ്ധിപ്പിച്ചു ഹൈക്കോടതി. ആ 179 രൂപ മതിയാവില്ല, എനിക്കും എൻ്റെ 5 കുഞ്ഞുങ്ങൾക്കും കഴിഞ്ഞുകൂടാൻ 500 രൂപയെങ്കിലും തരണം. എൻ്റെ ഈ അഭിഭാഷകനായ ഭർത്താവ്, അദ്ദേഹം അഭിഭാഷകനായിരുന്നു, ഹൈക്കോടതിയിൽ ഉൾപ്പെടെ മുന്തിയ പ്രാക്ടീസുള്ള അഭിഭാഷകനായിരുന്നു. അയാൾ ഇങ്ങനെ, അപ്പോൾ ആ ഹൈക്കോടതിയിലെ ഹർജി സുപ്രീം കോടതിയിലേക്ക് എത്തിയപ്പോൾ ആ കാലയളവിനിടയിൽ അദ്ദേഹം 32ഉം 14ഉം 46 കൊല്ലം എത്തിയ തൻ്റെ ദാമ്പത്യ ബന്ധം വേർപെടുത്തി, തലാഖ് ചൊല്ലി. സുപ്രീം കോടതിയിൽ അദ്ദേഹം സ്റ്റേറ്റ്മെന്റ് കൊടുത്തപ്പോൾ പറഞ്ഞു, ഈ ഷാബാനു ഇപ്പോൾ എൻ്റെ ഭാര്യയല്ല, മൊഴി ചൊല്ലിപ്പോയ എൻ്റെ ഈ മുൻ ഭാര്യയ്ക്ക് ഞാൻ കൊടുക്കേണ്ടുന്ന മെയിൻ്റനൻസ് എന്ന് പറയുന്നത് ഇദ്ദ പീരീഡിലെ മാത്രമാണ്, കാലയളവിലെ മാത്രമാണ്. മുസ്ലിം ശരീഅത്ത് ആക്ട് അനുസരിച്ച് ആ കാലയളവിലെ പിന്നെ പണം ഞാൻ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ചെസ്റ്റിൽ കെട്ടിവെക്കാൻ തയ്യാറാണ്, എന്നെ ഈ ഹർജിയിൽ നിന്ന് വിമുക്തനാക്കണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. അങ്ങനെ വന്ന സ്റ്റേറ്റ്മെന്റിനെ പരിശോധിച്ചുകൊണ്ടാണ് വാദമുഖങ്ങൾ ഉയർന്നു വരികയും സുപ്രീം കോടതി അന്ന് ഈ വിധി നൽകുകയും ചെയ്തത്. ഇതെല്ലാവർക്കും ബാധകമാണ്, അവർക്ക് കൊടുത്തേ പറ്റൂ. മറ്റൊരു ഉപാധി ഉണ്ടാകുന്നവരെ അവർക്ക് ജീവനാംശം നൽകാൻ ഇയാൾ ബാധ്യസ്ഥനാണ്. അത് ലിവിങ് പോസിബിലിറ്റി ഉറപ്പുവരുത്തുന്നതായിരിക്കും. അവർക്ക് അതിജീവന സാധ്യത ഉറപ്പുവരുത്തുന്ന തരത്തിലുള്ള ഒരു നിരക്ക് നൽകണം എന്നതും അന്ന് നിർദ്ദേശിക്കും. അതിനുശേഷമാണ് ഈ ജീവനാംശ നിരക്ക് തന്നെ നമ്മൾ പുനഃപരിശോധിക്കാൻ തുടങ്ങിയത്. അതുവരെ ഉണ്ടായിരുന്നില്ല. എന്നാൽ അന്നത്തെ ഗവൺമെന്റ്, അന്ന് മൃഗീയ ഭൂരിപക്ഷത്തോടെ ഇന്ത്യ ഭരിച്ചിരുന്ന ഒരു ഗവൺമെന്റ് ആയിരുന്നു ദേശീയ ഗവൺമെന്റ്, ശ്രീ രാജീവ് ഗാന്ധി നേതൃത്വം നൽകിയിരുന്ന ഗവൺമെന്റ്. ആ ഗവൺമെന്റ് എന്താ ചെയ്തത്? സുപ്രീം കോടതിയുടെ ഈ വിധിന്യായത്തെ മറികടക്കുന്നതിന് വേണ്ടി, അതിനെ ഖണ്ഡിക്കുന്നതിന്, ലംഘിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ പാർലമെന്റിലെ തങ്ങളുടെ മൃഗീയ ഭൂരിപക്ഷം ഉപയോഗിച്ച് മുസ്ലിം പരിത്യക്ത വനിതാ സംരക്ഷണ നിയമം എന്ന് പറഞ്ഞൊരു നിയമം കൊണ്ടുവരികയല്ലേ ചെയ്ത്. എന്നിട്ട് എന്താ പറഞ്ഞ്, 3 മാസ കാലയളവിലേക്ക്, ഇദ്ദ പീരീഡ് അവസാനിക്കുന്നവരെയുള്ള കാലയളവിലേക്ക് ഇങ്ങനെ നൽകാം. അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നുകിൽ ആ സ്ത്രീയുടെ സ്വന്തം കുടുംബം അവരെ പരിപാലിച്ചു കൊള്ളണം, അതല്ലെങ്കിൽ ആ സ്ത്രീ അവർക്ക് സ്വമേധയാ പരിപാലിച്ചു കൊള്ളണം. ഇതിന് രണ്ടിനും കഴിയുന്നില്ലെങ്കിൽ രാഷ്ട്രം അവരെ പരിപാലിക്കും. അതിനുള്ള ഉത്തരവാദിത്വം വഖഫ് ബോർഡിന് പരികൽപ്പിച്ച് നൽകിയിരിക്കുന്നു എന്ന്. അപ്പോൾ ഇവരാരും മോശക്കാരല്ലെന്ന് മനസ്സിലായി. ഈ പറയുന്ന വാദമൊന്നും അവിടെ നിൽക്കില്ല എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ മേൽ അത് സ്ഥാപിച്ച അല്ലെങ്കിൽ അങ്ങനെ ഒരു വാദം കൊണ്ടുവന്ന് ഞങ്ങൾ ഇതിനെ നിരാകരിച്ചു എന്ന് പറയുന്നതിന് അർത്ഥമൊന്നുമില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗം രാഷ്ട്രീയ സ്വാധീനത്തിന്റെ താല്പര്യം കാണാം. ഞാൻ അതിനെതിരല്ല. ഇപ്പോൾ ഏതാനും സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു, അവിടുത്തെ ആളുകളെ, പ്രത്യേകിച്ച് ഏറ്റവും ഭൂരിപക്ഷ വോട്ടർമാരായിട്ടുള്ള മുസ്ലിം സ്ത്രീകളെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞങ്ങൾ ഇത് നടപ്പാക്കി കളയും എന്നുള്ള ഒരു പ്രായണമുള്ള ഒരു പ്രചാരണമൊക്കെ നടത്തി തൽക്കാലം കുറെ വോട്ട് നേടാമെന്നുള്ള താല്പര്യം അതിനകത്ത് കാണും. അതുണ്ടെങ്കിൽ അതിനെ ആ നിലയിൽ ഖണ്ഡിച്ചു പോകണം നിങ്ങൾ, അതിനെ ആ നിലയിൽ പ്രതിരോധിച്ചു പോകണം നിങ്ങൾ. വാദം കൊണ്ടുവരാം. ഈ തരത്തിലുള്ള വാദങ്ങൾ ഞങ്ങളാണ് അവതരിപ്പിക്കുന്നത്, മാറ്റങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നത് ഞങ്ങളാണ്, ആ മാറ്റങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് ഞങ്ങളാണ്, അതിനെ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടി വാദിക്കുന്നത് ഞങ്ങളാണ് എന്ന് സ്ഥാപിക്കാൻ നിങ്ങൾക്ക് കഴിയണം. അതല്ലേ വേണ്ടത്? അവരല്ല, അവരുടെ താൽക്കാലികമായ താല്പര്യം മുൻനിർത്തിയുള്ളതാണ്, സ്ഥാപിത താല്പര്യം മുൻനിർത്തിയുള്ളതാണ്. അതിന്റെ കൂടെ അല്ല നിങ്ങൾ പോകേണ്ടത്. മറിച്ച് വ്യവസായികമായി സ്ഥാപിച്ചെടുക്കാനും പ്രാബല്യം നൽകാനുമുള്ള ഇച്ഛാശക്തി ഞങ്ങൾക്കാണുള്ളത് എന്ന് ബോധ്യപ്പെടുത്തലല്ലേ വേണ്ടത്? ആണല്ലേ? അപ്പൊ അവിടെയാണ് ഞാൻ എൻ്റെ വിമർശനപരമായ വിശദീകരണം അക്കാര്യത്തിൽ നൽകുന്നത്. ഞാൻ ഈ ചർച്ച അവസാനിപ്പിക്കുന്നത് ഒരു വാദമുഖം കൂടി മുന്നോട്ട് വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ നിഗമനം അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് ചർച്ചയുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും പ്രതികരിക്കണമെന്നുണ്ടെങ്കിൽ ആ തരത്തിൽ ഞാൻ പ്രതികരിച്ചു കൊള്ളാം എന്നുള്ളതാണ്. അത് നമുക്ക് ഗൗരവമായി പരിശോധിക്കേണ്ടത് ഇപ്പോൾ ഈ ലോ കമ്മീഷൻ ഉൾപ്പെടെ മുന്നോട്ട് വെച്ചിട്ടുള്ള പരാമർശങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഞാൻ ആ ലോ കമ്മീഷന്റെ ചോദ്യാവലിയെ കുറിച്ച് പരാമർശിക്കുന്നേ ഇല്ല. കാരണം അത് പരാമർശനത്തിന് അർഹമല്ല, യോഗ്യമല്ല എന്നുള്ളതുകൊണ്ടാണ്. ഇത്രയും ഫ്ലിംസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിന് മുമ്പിൽ, പ്രത്യേകിച്ച് പണ്ഡിതർ ഉൾപ്പെടെയുള്ള ഒരു സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ നമ്മുടെ ദേശീയ ലോ കമ്മീഷന് കഴിയുക? ആ ചോദ്യാവലിയൊക്കെയാണ് ഇത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നത്. ഇത് പ്രേരിതമാണ് അല്ലെങ്കിൽ നിക്ഷിപ്ത താല്പര്യം മുൻനിർത്തിയുള്ളതാണ് എന്നൊക്കെയുള്ള. നേരെ മറിച്ച് ആ ചോദ്യാവലിയെ കൊണ്ടുവേണ്ടി വരുന്നത് ഗുണപരമായ അംശങ്ങൾ, അതിനെ അവർ ശ്രമിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ്. മറിച്ചതിനെ ഇത്തരത്തിലുള്ള വിദണ്ഡവാദത്തിലൂടെ നിരാകരിക്കപ്പെടാനുള്ള സാധ്യത ഒരുക്കി കൊടുക്കുക എന്നുള്ളതായിരുന്നു അവർ ചെയ്തത്. തുടക്കം മുതൽ തന്നെ ആ തരത്തിലുള്ള ഉപാധി നമുക്ക് കാണാൻ കഴിയും. 16 ചോദ്യങ്ങളാണ് ചോദ്യാവലിയിലുള്ളത്. അതിൽ പിന്നെ ചോദ്യങ്ങൾക്ക് ഉത്തരം നമുക്ക് കൊടുക്കാവുന്നതുകൊണ്ട്, നമുക്ക് എഴുതി ചേർക്കാവുന്നതുണ്ട്, വിശദീകരണ യോഗ്യമായിട്ടുള്ളതുണ്ട്. രണ്ടും എടുത്ത് നിങ്ങൾ പരിശോധിച്ചു. സമയം കിട്ടുമ്പോൾ നിങ്ങൾ ആ 16 ചോദ്യങ്ങളും ഒന്ന് നോക്കിക്കൊള്ളുക. എൻ്റെ വാദം മറുപടി അർഹിക്കുന്ന ചോദ്യാവലി പോലും അല്ല എന്നുള്ളതാണ്.
അതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഞാൻ ഉന്നയിക്കാൻ ശ്രമിക്കുന്നത് ഈ തരത്തിലുള്ള ഒരു വിശദീകരണം നൽകി അവസാനിപ്പിക്കാം എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നമ്മൾ വ്യക്തി നിയമം, ഏകീകൃത വ്യക്തി നിയമം എന്നതുകൊണ്ട് ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഞാൻ നേരത്തെ തുടങ്ങിയപ്പോൾ പറഞ്ഞ ആ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഉപസംഹരിക്കുകയാണ്. ഞാൻ പ്രതീക്ഷിക്കുന്നത് രണ്ട് ഘടകങ്ങൾ. ഒന്ന്, നമ്മളുടെ മേൽ അധീശത്വം തുടരുന്ന വ്യവസ്ഥാപിതമായ മതത്തിന്റെ സ്വാധീനത്തിൽ നിന്ന് നമുക്ക് മറികടക്കാൻ കഴിയുമോ, ഇതിനെ മുറിച്ചു കടക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. അങ്ങനെ മുറിച്ചു കടക്കാനുള്ള ചങ്കൂറ്റം നിങ്ങൾക്കുണ്ടോ? മതത്തിന്റെ, ജാതിയുടെ, സമുദായത്തിന്റെ, വിശ്വാസത്തിന്റെ, ആചാരത്തിന്റെ, പാരമ്പര്യത്തിന്റെ, പൈതൃകത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ തുടരേണ്ടത് എൻ്റെ ജീവിതം. ആകാം, നമ്മുടെ ആത്മനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് ആ തരത്തിൽ പറയാം. എന്നാൽ തികച്ചും ഭൗതികമായ കാര്യങ്ങൾ, നമ്മുടെ ജനനം, മരണം, വിവാഹ രജിസ്ട്രേഷൻ, അതിന്റെ സാധുത, അതിന്റെ അസാധുത്വം, അമാതിരി കാര്യങ്ങളെല്ലാം സംബന്ധിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ, അവരുടെ രക്ഷകർത്തൃത്വം, അവരുടെ പരിപാലനം, നമ്മുടെ കുടുംബം, അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആർജിക്കുന്ന സ്വത്തുക്കളുടെ വിതരണക്രമം, അതിന്റെ കൈകാര്യകർത്തൃത്വം, നമ്മുടെ വിവാഹ മോചനമോ അതുമായി ബന്ധപ്പെട്ട് വരുന്ന തർക്കങ്ങൾ, ഈ ഘടകങ്ങളിലെല്ലാം രൂപപ്പെട്ടു വരുന്ന നമ്മുടെ പിന്തുടർച്ചാവകാശം, അതിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വരുന്ന നമ്മുടെ സ്വത്ത്ദായ നടപടികൾ, ഈ കാര്യങ്ങളെല്ലാം സംബന്ധിച്ച് തികച്ചും ഭൗതികമായി വരുന്ന കാര്യങ്ങളിൽ നിങ്ങൾ എന്തിന് ഈ വ്യവസ്ഥാപിത മതത്തിന്റെയും ആചാരത്തിന്റെയും അനുഷ്ഠാനത്തിന്റെയും ആത്മനിഷ്ഠതയുടെയും മേഖലയിലേക്ക് പോകണം? ഇവിടെ വേർകൃത്യം വരുത്താൻ നിങ്ങൾക്ക് തന്റെ ഇടമുണ്ടോ എന്നതാണ് എൻ്റെ ചോദ്യം. നമുക്ക് വെറുതെ ഈ കാര്യത്തിനെ ആശ്രയിച്ചു പോകാൻ കഴിയത്തില്ല, പരിശോധിച്ചു പോകാൻ കഴിയത്തില്ല. കൃത്യമായ തീരുമാനം നമുക്ക് എടുക്കാൻ കഴിയണം. ഈ വിഷയങ്ങളിൽ എന്നെ സംബന്ധിച്ചിടത്തോളം, നമ്മെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ രാജ്യത്തെ എല്ലാ പൗരരെ സംബന്ധിച്ചിടത്തോളം ഒറ്റ വ്യവസ്ഥ മതി എന്ന് പറയാനുള്ള തന്റെ ആർജവം, വിശ്വാസ്യത നമുക്കുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അങ്ങനെ പറയാനുള്ള പ്രതിജ്ഞാബദ്ധത പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ഒരു സംശയവും വേണ്ട, അടുത്ത കാലത്തൊന്നും ഏകീകൃത വ്യക്തി നിയമത്തിലേക്കോ യൂണിഫോം സിവിൽ കോഡിലേക്കോ പേഴ്സണൽ കോഡിലേക്കോ എത്തിപ്പെടില്ല. അത് കേവലം അധര വ്യായാമമായി ചർച്ച എന്ന നിലയിൽ മാത്രം അവശേഷിക്കും എന്നുള്ളതാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. വ്യവസ്ഥാപിത മതത്തെ സംബന്ധിച്ചിടത്തോളം ആ മതത്തിന്റെ നിലനിൽപ്പ് തന്നെ ഇത്തരത്തിലുള്ള നിങ്ങളുടെ ഭൗതിക ഘടകങ്ങളെ ആശ്രയിച്ചാണ്. അതിൻ്റെ മേലുള്ള നിയന്ത്രണവും പരിപാലന സാധ്യതയും നിലനിർത്തിക്കൊണ്ടല്ലാതെ മതത്തിന് നിങ്ങളുടെ മേൽ സ്വാധീനം ഉറപ്പിക്കാൻ കഴിയില്ല, നിങ്ങളെ വിധേയപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ മതശക്തികൾ, അത് സവർണ മതമായാലും അത് നികൃഷ്ട മതമായാലും ഏതായാലും, അതല്ലെങ്കിൽ അത് ഭൂരിപക്ഷ മതമായാലും ന്യൂനപക്ഷ മതമായാലും, അത് അസംഘടിത മതമായാലും വ്യവസ്ഥാപിത മതമായാലും, ഏത് തന്നെയായാലും ആ തരത്തിലായിരിക്കും നമ്മൾ പ്രതികരിക്കുക എന്നുള്ള യാതൊരു സംശയവുമില്ല. കുപ്രസിദ്ധമായ ഒരു ചോദ്യം ഈ വിവാഹ രജിസ്ട്രേഷനുമായി ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി ചോദ്യപേപ്പറുകളിൽ കാണാറുണ്ട്. ഒരു ജൈനൻ ഒരു ബുദ്ധിസ്റ്റിനെ സിഖ് സമ്പ്രദായ പ്രകാരം വിവാഹം കഴിക്കുന്നു. ഒരു ജൈൻ പുരുഷൻ, ബാക്കി എല്ലാ തരത്തിലും അയാൾക്ക് യോഗ്യതയുണ്ട് വിവാഹം കഴിക്കാൻ. വിവാഹം കഴിക്കുന്ന ഒരു ബുദ്ധ വിശ്വാസത്തിൽ തുടരുന്ന സ്ത്രീയാണ്, യുവതിയാണ്. പക്ഷെ അവർ വിവാഹത്തിൽ ഏർപ്പെടുന്നത് സിഖ് സമ്പ്രദായത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ആ വിവാഹം സാധുവാണോ അല്ലേ? ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചോണം. ചോദ്യം ഇങ്ങനെയാണ് കഴിഞ്ഞു. എനിക്ക് ഈ ഉത്തരവായിരുന്നു കിട്ടേണ്ടിയിരുന്നത്. സ്പെഷ്യൽ മാരേജ് ആക്ട് എന്തിനാ നിങ്ങൾ 1954-56 കാലയളവിൽ ഈ സ്പെഷ്യൽ മാരേജ് ആക്ട് എന്ന ഒരു സാധനം കൊണ്ടുവന്ന്? അന്ന് നിങ്ങൾക്കങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു ഇത് കോമൺ മാരേജ് ആക്ട് ആണെന്ന്? എന്തിനാ സമുദായം? ഞാൻ പറഞ്ഞല്ലോ, എന്റെ വാദം സാധുവരികയാണ്. നിങ്ങളിൽ നിന്ന് തന്നെ ആ ഉത്തരം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ആ ചോദ്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോയത്. വളരെ ബോധപൂർവ്വം കൊണ്ടുപോയത് തന്നെയാണ്. നമ്മുടെ രാഷ്ട്രത്തിലെ നിയമനിർമ്മാതാക്കൾ തന്നെ നമുക്കിടയിൽ ഈ വിത്ത് പാകുക, ഏത് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആ വിത്ത് വിളഞ്ഞ് പാകപ്പെട്ട് നിലനിന്ന് പോയാലേ പറ്റൂ എന്ന ബോധ്യത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അതിന് മാറ്റം വരുത്താൻ നിങ്ങൾ കഴിയുമോ? നിങ്ങളുടെ ചർച്ചയിലൂടെ, നിങ്ങളുടെ ഇടപെടലിലൂടെ, നിങ്ങളുടെ പ്രവർത്തനത്തിലൂടെ എന്ന ചോദ്യം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നതാണ്.